Okay. Good afternoon, all of you. Good afternoon, good evening. Yes. Okay. So, good evening once again. നമുക്കിവിടെ നമ്മുടെ ക്ലാസ്സുകൾ ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളെല്ലാം അവസാനിപ്പിച്ചതാണ്. നാളെ നിങ്ങൾക്ക് എക്സാം ആണ്. നാളെ ഇൻകം ടാക്സ് ആണോ നാളെ സ്റ്റാർട്ട് ചെയ്യുന്നത്? ആണോ? നാളെ ഏതാണ്? അതെ, ടാക്സ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് സമയം നിങ്ങളെ വേസ്റ്റ് ചെയ്യുന്നില്ല. കാരണം നമ്മൾ ഓൾറെഡി പലവട്ടം എല്ലാ ചാപ്റ്ററുകളുടെയും ഇമ്പോർട്ടൻ്റ് ഏരിയകൾ നമ്മൾ കവർ ചെയ്തതാണ്. എല്ലാം പ്രോബ്ലംസ് ചെയ്തതാണ്. ഇൻകം ടാക്സ് ആൻഡ് GST ഇത് നിങ്ങൾക്ക് കവർ ചെയ്ത് തരാത്ത ഏരിയകളൊന്നും ഇതിലില്ല. എന്നാൽ അപ്പൊ ഒരുപാട് സമയം നമ്മൾ വേസ്റ്റ് ചെയ്യുന്നില്ല. ബിക്കോസ് നാളെ എക്സാം ആണ് അല്ലേ? അപ്പൊ കഴിഞ്ഞ വർഷത്തെ ഈ 6th സെമസ്റ്ററിൽ ഇൻകം ടാക്സ് ആൻഡ് GST ഉൾപ്പെടുത്തിയതിന് ശേഷം ആകെ ഒരു എക്സാമേ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ഡിസ്കസ് ചെയ്യാം. അതാണ് ഈ ക്ലാസ്സിന്റെ ഉദ്ദേശം. കഴിഞ്ഞ വർഷത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, അതിന് മുമ്പത്തെ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തിട്ട് കാര്യമില്ല. കാരണം അതിനു മുമ്പേ ഇൻകം ടാക്സും GST ഉണ്ടായിരുന്നില്ല. ഇൻകം ടാക്സ് മാത്രമേ ഉണ്ടായിരുന്നു. പിന്നെ അത് 6th സെമ്മിൽ മാത്രമേ. അപ്പൊ 5th സെമ്മിലും 6th സെമ്മിലുമായിട്ട് ഈ സബ്ജക്ട് മാറ്റിയതിന് ശേഷം ആകെ ഒരൊറ്റ എക്സാമേ നടന്നിട്ടുള്ളൂ. അപ്പൊ ആ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ സ്ക്രീനിൽ കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമാണ് ഇപ്പോ ഇന്നത്തെ ക്ലാസ്സിൽ ഇവിടെ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഓരോ ചാപ്റ്ററിലെയും എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് എന്താണ്, അത് ഏതൊക്കെയാണ് എന്നുള്ളത് ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. അപ്പൊ ഇനി അതൊന്നും വീണ്ടും പറയേണ്ട ആവശ്യമില്ല. എന്നാലും ഞാനിത് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് 2 കാര്യങ്ങളാണ് കുട്ടികൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്നാമത്തെ കാര്യം ഇപ്പൊ ഇവിടെ കാണുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തിട്ട് നാളെ പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ മിക്കവാറും ഒരു ചോദ്യം പോലും ആവർത്തിക്കാനുള്ള സാധ്യതയില്ല. കാരണം ഇത് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇതേ മോഡൽ ക്വസ്റ്റ്യൻസ് നമുക്ക് വരാം. ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്ന ആള് ഇപ്പൊ ഏത് ചാപ്റ്ററിലാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്, അതേ മോഡൽ ക്വസ്റ്റ്യൻസ്, അതേ സംഖ്യകൾ മാറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് വരിക. അപ്പൊ ഇത് ചെയ്യുന്നതിലൂടെ നമുക്ക് കിട്ടുന്നത് ഒന്ന്, എങ്ങനെയായിരിക്കും നമ്മുടെ എക്സാം എന്നതിൻ്റെ ഒരു മോഡലാണ്. രണ്ടാമത്, നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തെല്ലാം ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും എന്ന കാര്യം ഏകദേശം നമുക്ക് ഊഹിക്കാൻ സാധിക്കും. ഓക്കെ, ഇത് രണ്ടുമാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസറിങ്ങിലൂടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം, ഇപ്പോ ഈ കോവിഡ് വന്നതിന് ശേഷമുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളിലെല്ലാം മാർക്ക് 80 ആണെങ്കിലും വെയിറ്റേജ് 80 ആണെങ്കിലും അത് ഒരു 160 മാർക്കോളമുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് കാണാം. നിങ്ങൾ 5th സെം എഴുതിയപ്പോൾ അറിയാം, ഇരട്ടി വെയിറ്റേജിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അപ്പൊ അതില് നിങ്ങൾ ഏറ്റവും കോൺഫിഡന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കി ആൻസർ ചെയ്യുക, പരമാവധി ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുക. അപ്പൊ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്നതിലൂടെ മനസ്സിലാക്കുന്നത് എങ്ങനെയായിരിക്കും നമ്മുടെ ചോദ്യങ്ങൾ എന്ന് മനസ്സിലാക്കാനും, പിന്നെ ഏകദേശം ഏതൊക്കെ ഭാഗത്തു നിന്നാണ് ക്വസ്റ്റ്യൻസ് വരിക എന്ന് മനസ്സിലാക്കാനാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ചെയ്യുന്നത്. അപ്പോ ഇത് ചിലർ പറയും, സർ കുറച്ച് ചെയ്താൽ മതി,
ലാസ്റ്റ് പ്രോബ്ലം സൈഡ് മാത്രം ചെയ്താൽ ഞാൻ എന്തായാലും 1 മണിക്കൂറിനുള്ളിൽ ഇത് അവസാനിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഒരു 8 മണിയാകുമ്പോഴേക്കും നമുക്ക് ക്ലാസ് കംപ്ലീറ്റ് ചെയ്യാവുന്ന തരത്തിലാണ് നമ്മൾ ആൻസർ ചെയ്യുന്നത്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ പേപ്പർ മൊത്തം ചെയ്യാം എന്നൊരു പ്ലാനാണ് എനിക്കുള്ളത്. റെഡിയാണോ? ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ, അതായത് ഇത് ചെയ്തിട്ട് അതേപോലെ പഠിച്ചു പോകുക എന്നുള്ളതല്ല, ഒരു മോഡൽ ഏകദേശം എങ്ങനെയായിരിക്കും നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എന്നതിന്റെ ഒരു മോഡലാണ്. റെഡിയാണോ എല്ലാവരും? യെസ് ഓർ നോ? യെസ്, റെഡിയാണ്. ശരി, നമുക്കിവിടെ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിലെ ആദ്യത്തെ 5 ക്വസ്റ്റ്യൻസ് 1 വേർഡ് ആണ്. ഇപ്പൊ വരുന്നതിൽ ചിലപ്പോൾ അതിനേക്കാൾ കൂടുതൽ 1 വേർഡ് ഉണ്ടാവും. 1 വേർഡുകളൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഏരിയ ആണ്. അപ്പൊ എങ്ങനെയായിരിക്കും 1 വേർഡിന്റെ മോഡൽ എന്ന് നോക്കാം. ഞാൻ ഈ 5 1 വേർഡും ഒരുമിച്ച് പറയാണ്. ഇൻകം ഫ്രം കൺവേർട്ടഡ് പ്രോപ്പർട്ടി ഈസ് അസസ്ഡ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ട്രാൻസ്ഫർ. കൺവേർട്ടഡ് പ്രോപ്പർട്ടി ട്രാൻസ്ഫറുടെ കയ്യിലാണ് നമ്മൾ ടാക്സ് ചെയ്യുക. ഇത് ക്ലബിംഗ് എന്ന ചാപ്റ്ററിൽ നിന്നാണ്. ഓക്കെ, ക്ലബിംഗ് എന്നുള്ള ചാപ്റ്ററിൽ നിന്നാണ്. കഴിഞ്ഞ പ്രാവശ്യം ക്ലബിംഗ് എന്ന് വന്നിട്ടുള്ള ഒരേ ഒരു ചോദ്യം ഇതാണ്. അതുകൊണ്ട് തന്നെ യു ക്യാൻ എക്സ്പെക്ട് മോർ ക്വസ്റ്റ്യൻസ്. ഈ പ്രാവശ്യം കൂടുതൽ ക്വസ്റ്റ്യൻസ് അതെന്ന് പ്രതീക്ഷിക്കാം. ഇനി ഞാൻ അതിന്റെ വിശദാംശങ്ങൾക്ക് കിടക്കുന്നില്ല. ക്ലബിംഗ് എന്ന് പറയുന്നത് എന്താണ്? അവിടെ 5 തരം ക്ലബിംഗ് ആണ്. ട്രാൻസ്ഫർ ഓഫ് ഇൻകം വിതൗട്ട് ട്രാൻസ്ഫറിങ് അസെറ്റ്, ട്രാൻസ്ഫർ ഓഫ് എൻ അസെറ്റ്, റിവോക്കബിൾ, ഇൻകം ഓഫ് എ മൈനർ, കൺവേർട്ടഡ് പ്രോപ്പർട്ടി, ഇൻകം ഓഫ് ട്രാൻസ്ഫർ ഓഫ് എൻ അസെറ്റ് വിതൗട്ട് ആഡ്വക്കേറ്റ് കൺസിഡറേഷൻ. ക്ലബിംഗ് എന്നുള്ള ചാപ്റ്റർ നമ്മൾ വിശദമായിട്ട് പഠിച്ചതാണ്. ഈ പ്രാവശ്യം അതിൽ നിന്ന് ഒരു തിയറി ക്വസ്റ്റ്യൻ എങ്കിലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. വാട്ട് ഈസ് ക്ലബിംഗ്, വാട്ട് ആർ ദ റൂൾസ് റിഗാർഡിംഗ് ക്ലബിംഗ്, അങ്ങനെ ഒരു തിയറി എങ്കിലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം കഴിഞ്ഞ പ്രാവശ്യം. ഓക്കെ, യെസ്. അപ്പൊ ക്ലബിങ്ങിന്റെ ഭാഗത്ത് നിന്ന് അത്തരമൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. ITC എടുക്കുമ്പോൾ IGST പ്രിയോറിറ്റി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ബികോമിന് അങ്ങനെ ചെയ്യാം, പ്രശ്നങ്ങളില്ല. അതിപ്പോ അടുത്ത കാലത്ത് വന്നിട്ടുള്ള ഒരു റൂളാണ് കാർത്തിക. നിങ്ങൾക്ക് അത് ബികോമിന് അങ്ങനെ നിർബന്ധമൊന്നുമില്ല. യു ക്യാൻ ഡു ഇറ്റ്, നോ പ്രോബ്ലം. IGST എന്നാണ് എടുക്കേണ്ടത് എന്നുള്ളത് പുതിയൊരു റൂളാണ്. ബികോമിന് ബാധകമാണോ എന്ന് ചോദിച്ചാൽ അത് ചെയ്തുകൊണ്ടും ചെയ്യാതിരുന്നുകൊണ്ടും പ്രശ്നങ്ങളില്ല, മാർക്കിനെ എഫക്ട് ചെയ്യും. ഈവൻ CMEക്ക് പോലും അത് എഫക്ട് ചെയ്യാൻ സാധ്യത. ഓക്കെ, അപ്പോൾ ക്ലബിംഗ് എന്ന് നല്ലൊരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടില്ല, അതുകൊണ്ട് ഈ പ്രാവശ്യം പ്രതീക്ഷിക്കാം. മാക്സിമം ഡിഡക്ഷൻസ് അണ്ടർ ചാപ്റ്റർ 6A എന്താണ്? ക്യാൻ എക്സീഡ് ടോട്ടൽ ഇൻകം, ഈക്വൽ ടു ടോട്ടൽ ഇൻകം, cannot exceed 1,50,000, cannot exceed the gross total income. Deductions ആണ്, so cannot exceed the GTA. What is the validity of GST registration certificate? GST registration certificate അങ്ങനെ പ്രത്യേകിച്ച് ഒരു വാലിഡിറ്റി ഇല്ല. Validity is cancelled. Cancel ചെയ്യുന്നത് വരെ വാലിഡ് ആണ്. Clubbing provisions are applicable on income of. ഈ ചോദ്യം തെറ്റാണ്. കാരണം എല്ലാ ഇൻകംസിനും ക്ലബിംഗ് പ്രൊവിഷൻസ് അപ്ലിക്കബിൾ ആണ്. അതുകൊണ്ടാണ് ഞാൻ ഒരു ചോദ്യം കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുള്ളൂ എന്ന് പറയുന്നത്. വിച്ച് ടാക്സ് ഇസ് ലെവീഡ് ഇൻ കേസ് ഓഫ് ഇൻട്രാസ്റ്റേറ്റ്? ഇൻട്രാസ്റ്റേറ്റിൽ CGST ആൻഡ് SGST ആണ്. ഓക്കെ, ഇതാണ് നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ 5 ക്വസ്റ്റ്യൻസ്. അതിലൊരു ക്വസ്റ്റ്യൻ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോ ഇതുപോലെ ഈ പ്രാവശ്യം 1 വേർഡ് ക്വസ്റ്റ്യൻസ് വരാം. അതിനെക്കുറിച്ച് ഒന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. 1 വേർഡ് ക്വസ്റ്റ്യൻസിനെ കുറിച്ച് നമുക്ക് ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് ഏത് വേണമെങ്കിൽ വരാം. പക്ഷേ ഈ ക്ലബിംഗ് നോക്കെ തിയറി വരാം എന്നൊരു എക്സ്പെക്ടേഷൻ എന്റെ മനസ്സിൽ തോന്നുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? ക്ലബിംഗ് ആദ്യത്തെ 5 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഓക്കെ ആണോ? വേഗം പറയാം കേട്ടോ. കാർത്തിക തോന്നുന്നു ഒരു ഡൗട്ട് ചോദിച്ചിരുന്നു. കാർത്തിക ഡൗട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കേട്ടു എന്ന് വിചാരിക്കുന്നു. അതായത് IGST ആദ്യം അഡ്ജസ്റ്റ് ചെയ്യണം എന്നൊരു റൂൾ ഉണ്ടല്ലോ സാർ, അത് ബികോമിന് അപ്ലിക്കബിൾ ആണ്. ചെയ്തതുകൊണ്ട് കുഴപ്പങ്ങളൊന്നുമില്ല കേട്ടോ. അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ബികോം സിലബസിലൊന്നും മാർക്ക് പോകില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ക്ലിയർ ആണല്ലോ?
Yes. HSN stands for Harmonized System. Okay. വേഗം റിപ്ലൈ ചെയ്യണം കേട്ടോ, വേഗം റിപ്ലൈ ചെയ്യണം കേട്ടോ എല്ലാവരും. ടൈം ഡിലേ വരുത്തിയാൽ നിങ്ങൾക്ക് ഇനി റിവിഷനോ അല്ലെങ്കിൽ പഠിക്കാനോ സമയം കിട്ടില്ല. അപ്പൊ വേഗം റിപ്ലൈ ചെയ്യണം. ഓക്കെ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. HSN. ഞാൻ അതിന് മുമ്പ് ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മുടെ ടെക്സ്റ്റ് നിങ്ങളുടെ എല്ലാവരും കയ്യിലുണ്ടോ? അതായത് നമ്മുടെ മെറ്റീരിയല്, നമ്മുടെ കോളേജിൽ നിന്ന് കിട്ടിയിട്ടുള്ള ടെക്സ്റ്റ് എല്ലാവരും കയ്യിലുണ്ടോ? ഓക്കെ, അപ്പൊ ഞാൻ ആ ടെക്സ്റ്റില് ചില തിയറി ക്വസ്റ്റ്യൻസിന്റെ ആൻസർ ആ ടെക്സ്റ്റിലാണ് ഉള്ളതെങ്കിൽ ആ ടെക്സ്റ്റിലെ പേജ് നമ്പർ പറയും. ആ പേജ് നമ്പർ നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ, ആ ടെക്സ്റ്റിലെ പേജ് നമ്പർ പറയും, ആ പേജ് നമ്പർ നോക്കിയാൽ മതി. തിയറി ക്വസ്റ്റ്യൻസിന്റെ ആൻസർ HSN, ഹാർമോണൈസ്ഡ് സിസ്റ്റം ഓഫ് നോമൻക്ലേച്ചർ. ഇത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഹാർമോണൈസ്ഡ് സിസ്റ്റം ഓഫ് നോമൻക്ലേച്ചർ എന്ന് പറയുന്നതാണ്. അത് ഓരോ പ്രൊഡക്റ്റുകൾക്ക് ഏകദേശം 5000-ൽ കൂടുതൽ പ്രൊഡക്റ്റുകളാണ് അതിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അത് ആ കോഡ് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. ആ കോഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഏത് എത്രയാണ് GST റേറ്റ് വരുന്നത്. എ റിവൈസർ സിസ്റ്റം ക്യാൻ ബി ഫയൽഡ് ആഫ്റ്റർ ഫയലിംഗ്. ഒരു റിവൈസർ റിട്ടേൺ നമുക്ക് ഫയൽ ചെയ്യാൻ പറ്റും ആഫ്റ്റർ ഫയലിംഗ് ദി ആനുവൽ റിട്ടേൺ. ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് റിവൈസർ റിട്ടേൺ ഫയൽ ചെയ്യാം. ഇത് ഈ റിവൈസ്ഡ് റിട്ടേൺ എന്ന് പറയുന്നത് ഇൻകം ടാക്സിലെയാണോ GST-യിലെയാണോ എന്നുള്ള കാര്യം ഇവിടെ പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പൊ ഇവിടെ റിവൈസ്ഡ് റിട്ടേൺ നമുക്ക് ഇൻകം ടാക്സിലെ ഉണ്ട്, GST-യിലുണ്ട്. ഈ ക്വസ്റ്റ്യൻസിന്റെ ഒരു വിഷയമാണ്. നമ്മൾ റിവൈസ്ഡ് റിട്ടേൺ പറഞ്ഞിരുന്നു, ദ മെക്കാനിസം ഓഫ് റിട്ടേൺ ഓഫ് എനി കറക്ഷൻസ് ഓർ എറേഴ്സ്. അതായത് മന്ത്ലി ഇങ്ങനെ ചെയ്ത ആനുവൽ റിട്ടേൺസിന്റെ നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി. ഇവിടെ GST എന്നായിരിക്കാനാണ് സാധ്യത. സോ ആനുവൽ മിനിറ്റ് ഇവിടെ ഏത് റിട്ടേൺ ആണെന്ന് പറയുന്നില്ല. ഇതൊക്കെയാണ് ഈ BCom ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ പലപ്പോഴും ഇവിടെ GST ആണ് എന്ന ഉദ്ദേശത്തിലെ ആൻസർ എഴുതാനേ പറ്റുള്ളൂ. റിവൈസ്ഡ് റിട്ടേൺ ക്യാൻ ബി ഫയൽഡ് ആഫ്റ്റർ ഫയലിംഗ് മന്ത്ലി റിട്ടേൺസ്. GST-യിലെ മന്ത്ലി റിട്ടേൺ ഫയൽ ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, റിവൈസ്ഡ് റിട്ടേൺ ഫയൽ ചെയ്യാം. എന്തായാലും റിട്ടേൺ ഫയലിംഗിന്റെ ചാപ്റ്റർ കാര്യമായി നോക്കാം. റിട്ടേൺ ഫയലിംഗിന് അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അഡ്വാൻസ് പേയ്മെന്റ് ഓഫ് ടാക്സ് ഈസ് ഓൾസോ കോൾഡ് TDS. TDS ആണ്. അഡ്വാൻസ് പേയ്മെന്റ് ഓഫ് ടാക്സ് ഈസ് കോൾഡ് TDS. TDS-നെയാണ് സാധാരണഗതിയിൽ, അല്ലെങ്കിൽ ഇവിടെ ഈ ഇതിലൊക്കെ പലപ്പോഴും രണ്ടുത്തരങ്ങളും ശരിയാണ് കേട്ടോ. TDS-നെ അഡ്വാൻസ് പേയ്മെന്റ് ഓഫ് ടാക്സ് പറയാം, അല്ലെങ്കിൽ പിന്നെ പേ ആസ് യു ഏൺ, അതും കറക്റ്റ് ആൻസർ ആണ്. ഞാൻ ആ വാക്കന്ന് ഉപയോഗിച്ചിരുന്നു, പേ ആസ് യു ഏൺ. പേ ആസ് യു ഏൺ എന്നുള്ള ആൻസറും ചില കുട്ടികൾ ഇതിനെ എഴുതിയിട്ടുണ്ടായിരുന്നു. അതിലൊക്കെ ഈ ഇത്തരം എന്താ പറയാ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് കൃത്യമായിട്ട് TDS ഒരു തരം അഡ്വാൻസ് പേയ്മെന്റ് ഓഫ് ടാക്സ് ആണ്. പേ ആസ് യു ഏൺ എന്നുള്ള ആൻസറും അവിടെ ശരിയാവും. ഡാഷ് സപ്ലൈ ഷാൽ അട്രാക്ട് IGST. Interstate supply. If a person has failed to obtain registration, the penalty is equivalent to 10,000 or tax evaded. ഇത്തരം ചോദ്യങ്ങൾ ഇപ്പൊ ഈ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിലെ ചോദ്യത്തിലൊക്കെ എന്തെങ്കിലും ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ നിങ്ങൾ അതിന്റെ ബ്രാക്കറ്റിൽ അത് മെൻഷൻ ചെയ്യാം. ഇപ്പൊ മന്ത്ലി റിട്ടേൺ ബ്രാക്കറ്റിൽ GST എന്ന് മെൻഷൻ ചെയ്യാം. TDS ഓർ പേ ആസ് യു ഏൺ രണ്ടും കറക്റ്റ് ആൻസർ ആണ്. ഈ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിലൊക്കെ ഒരു ആംബിഗ്യൂറ്റി ഉണ്ട്. ആ ചോദ്യത്തിൽ ആംബിഗ്യൂറ്റി ഉണ്ടെങ്കിൽ രണ്ട് ആൻസറുകൾ നിങ്ങൾ ബ്രാക്കറ്റിൽ ഒരു ആൻസർ കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിലെ ക്വസ്റ്റ്യൻസ്. ഇവിടെ 5 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ HSN, ഹാർമോണൈസ്ഡ് സിസ്റ്റം ഓഫ് നോമൻക്ലേച്ചർ. A revised return can be filed after filing monthly return in GST. Advance payment is also called TDS or pay as you earn. Interstate supply attract IGST. If a person has failed to obtain registration, the penalty is equivalent to 10,000 or tax evaded, whichever is higher. Okay.
ഇതാണ് പറയുന്നത് രജിസ്ട്രേഷൻ ഒബ്റ്റെയിൻ ചെയ്യാൻ ഫെയിൽ ആയി കഴിഞ്ഞാൽ 10ാമത്തേല് രജിസ്ട്രേഷൻ ഒബ്റ്റെയിൻ ചെയ്യാൻ ഫെയിൽ ആയി കഴിഞ്ഞാൽ 10,000 രൂപ അല്ലെങ്കിൽ ടാക്സ് ഇവാഡഡ് വിച്ച് എവർ ഈസ് ഹയർ. ക്ലിയർ ആണോ? ഈസ് ഇറ്റ് ക്ലിയർ? അതാണ് 10എണ്ണത്തിന് കേട്ടോ. വേഗം ആൻസർ. പിന്നെ ഇതിലൊക്കെ ഈ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഒന്നും ഇപ്പൊ നമ്മൾ ഇത് ആൻസർ ചെയ്തുകൊണ്ട് കുഴപ്പമില്ല, കാരണം ഇതൊന്നും ഇപ്പൊ നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റ് ആവില്ല. പക്ഷെ ഇതുപോലത്തെ നിങ്ങൾക്ക് ഇതുപോലത്തെ ചോദ്യങ്ങൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പൊ ഇതൊന്നും വീണ്ടും ചോദിക്കാനുള്ള സാധ്യതയൊന്നുമില്ല. ഓക്കെ, HSN എന്ന് പറയുന്നത് ഹാർമോണൈസ്ഡ് സിസ്റ്റം ഓഫ് നോമൻക്ലേച്ചർ എന്നാണ്. ഹാർമോണൈസ്ഡ് സിസ്റ്റം ഓഫ് നോമൻക്ലേച്ചർ. അത് ചിലപ്പോൾ ചോദിക്കാം, വാട്ട് ഈസ് HSN? എക്സ്പ്ലെയിൻ HSN. അപ്പൊ എന്താ എഴുതുക? ഹാർമോണൈസ്ഡ് സിസ്റ്റം ഓഫ് നോമൻക്ലേച്ചർ. ഓക്കെ, ഇറ്റ് ഈസ് എ code applicable for more than 5,000 products from which we can identify the respective GST rate. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട് ഹാർമോണൈസ്ഡ് സിസ്റ്റം ഓഫ് നോമൻക്ലേച്ചർ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ വളരെ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ടത്. ഓക്കെ, HSN എന്ന് പറയുന്നത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഏതാ പേജ് നമ്പർ എന്ന് എനിക്ക് കറക്റ്റ് ഇല്ല, വളരെ വിശദമായിട്ട് തന്നെ HSN കുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ടെക്സ്റ്റ് ബുക്കിൽ കാണാം കേട്ടോ. ഹാർമോണൈസ്ഡ് സിസ്റ്റം ഓഫ് നോമൻക്ലേച്ചർ എന്നാണ് അത് വരുന്നത്. അത് വരുന്നത് പേജ് നമ്പർ 100. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 100 നോക്കാം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 100 വളരെ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട് HSN എന്താണ്. അതൊന്നൊക്കെ ചില ചോദ്യങ്ങളൊക്കെ വരാം. അതെന്താണ് ഹാർമോണൈസ്ഡ് സിസ്റ്റം ഓഫ് നോമൻക്ലേച്ചർ എന്ന് പറയുന്നത്? പേജ് നമ്പർ 100 ഡോക്യുമെന്റ്സ് ഇൻവോയ്സസ് എന്ന് പറഞ്ഞുള്ള ചാപ്റ്ററിൽ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ? അടുത്തേക്ക് നീങ്ങട്ടെ. ഇസ് ഇറ്റ് ക്ലിയർ? യെസ് ഓർ നോ? Can we move to the next? ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കുക. ഇത് തന്നെ ഒരിക്കലും പ്രതീക്ഷിക്കരുത്, ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കുക കേട്ടോ. ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ അടുത്ത പേജിലേക്ക് നീങ്ങട്ടെ കേട്ടോ. അടുത്ത പേജിലേക്ക് നീങ്ങുന്നതിന് മുമ്പ് എനിക്കിതൊന്ന് ഈ സ്ക്രീൻ ഒന്ന് മാറ്റാനുണ്ട്, എന്നാലേ നമുക്ക് അടുത്ത പേജ് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് പേജ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ടാക്സ് റിബേറ്റ്? ടാക്സ് റിബേറ്റ് എന്ന് പറഞ്ഞത് നമ്മൾ വിശദമായിട്ട് ഡിസ്കസ് ചെയ്തതാണ്. ഇത് ഇൻകം ടാക്സിലെ ക്വസ്റ്റ്യൻ ആണ്. ഇൻകം ടാക്സും GST കൂടി മിക്സഡ് ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇത് ഇൻകം ടാക്സിലെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോ ഇൻകം ടാക്സിലെ ടാക്സ് റിബേറ്റ് എന്ന് പറയുന്നത് 87A എന്ന് പറഞ്ഞ സെക്ഷനാണ്. 5 lakhിൽ താഴെ ടോട്ടൽ ഇൻകം ഉള്ള ആളുകൾക്കാണ് അപ്ലിക്കബിൾ ആവുക. ഓർഡിനറി റെസിഡന്റിനാണ് അപ്ലിക്കബിൾ ആവുക. ഓക്കെ, സോ വാട്ട് ഈസ് ടാക്സ് റിബേറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഡിസ്കൗണ്ട് അലൗഡ് ഫ്രം ടാക്സ്. ടാക്സിൽ നിന്നും കൊടുക്കുന്ന ഒരു ഡിസ്കൗണ്ട് ആണ് സത്യം പറഞ്ഞാൽ ടാക്സ് റിബേറ്റ്. ഇത് അപ്ലിക്കബിൾ ആവുന്ന 104 അല്ലെ, പേജ് നമ്പർ. ഞാൻ പറയുന്ന പേജ് നമ്പറിൽ ചെറിയ മാറ്റം ഉണ്ടാവും. എനിക്ക് കിട്ടിയ പ്രിന്റഡ് ഞാൻ ഏകദേശം ഒരു പേജ് നമ്പറാണ് പറയുന്നത്. എൻ്റെ കയ്യിൽ ഇപ്പൊ പുതിയ പ്രിന്റഡ് ടെക്സ്റ്റ് ബുക്ക് എൻ്റെ കയ്യിലില്ല. അപ്പൊ 104 ആണെന്ന് പറയുന്നത്. HSN എന്ന് പറയുന്നത് 104. ഞാനിപ്പോ ഇനി ഇതുപോലെ ഡിസ്കസ് ചെയ്യുമ്പോൾ പറയാൻ പോകുന്ന പേജ് നമ്പറിലൊക്കെ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവാം. ഓക്കെ, എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ള PDF വെച്ചിട്ടാണ് ഞാൻ ഈ പേജ് നമ്പർ പറയുന്നത്. അത് നിങ്ങളുടെ
പ്രിന്റ് കിട്ടിയതിൽ ചെറിയ മാറ്റം ഉണ്ടാവും, നിങ്ങളത് നോക്കിയിട്ട് മനസ്സിലാക്കും കേട്ടോ. അപ്പൊ വാട്ട് ഈസ് ടാക്സ് റിബേറ്റ്? 5 ലക്ഷത്തിൽ താഴെ ഇൻകം ഉള്ള ആളുകൾക്ക്, ഓർഡിനറി റെസിഡന്റ് ആയ ആളുകൾ സെക്ഷൻ 87A പ്രകാരം കൊടുക്കുന്ന ഡിഡക്ഷൻ ആണ്, അല്ലെങ്കിൽ ടാക്സിൽ നിന്നും കൊടുക്കുന്ന ഡിസ്കൗണ്ട് ആണ് ഈ പറഞ്ഞ ടാക്സ് റിബേറ്റ് എന്ന് പറയും. അപ്പൊ ഈ 3 കണ്ടീഷൻസ് ആൻസറിൽ ഉണ്ടാവണം, അപ്പോഴാണ് മാർക്ക് കിട്ടുക. വാട്ട് ഈസ് GSTR2? GSTR2 എന്ന് പറയുന്നത് ഇൻവേർഡ് സപ്ലൈയുടെ മീതെ വരുന്ന ടാക്സ് ആണ് GSTR2. ഓക്കെ, ഇൻവേർഡ് സപ്ലൈയുടെ മീതെ വരുന്ന, ഇൻവേർഡ് സപ്ലൈക്ക് വേണ്ട ഫോർമാറ്റ് ആണ്. ഓക്കെ, മന്ത്ലി സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇൻവേർഡ് സപ്ലൈ ഓഫ് ഗുഡ്സ്, ഇൻവേർഡ് സപ്ലൈ ഓഫ് ഗുഡ്സ്, അതാണ് GSTR2. ഇപ്പൊ ഇത് ആൻസർ ചെയ്യുന്നത് വഴി ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്, നാളത്തെ ചോദ്യത്തിൽ GSTR2 ഉണ്ടാവും എന്നുള്ളതല്ല, GSTR1ഓ 2ഓ 3ഓ 4ഓ 9ഓ ഒക്കെ ചോദിക്കാം. അപ്പൊ GSTR1, GSTR2, GSTR3, GSTR4, GSTR9 ഇതെല്ലാം പഠിച്ചു വെക്കാം. GSTR1 എന്താണ്? ഔട്ട്വേർഡ്. GSTR2 ഇൻവേർഡ്. GSTR3 monthly return. GSTR4 quarterly return. GSTR9 annual return. ഓക്കെ, ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ഫയലിംഗ് ഓഫ് റിട്ടേൺ എന്ന് പറഞ്ഞ ചാപ്റ്ററിലാണ്. നിങ്ങൾ നോക്കുക, പേജ് നമ്പർ പഴയ ടെക്സ്റ്റ്, അതായത് പഴയ ഫയലിംഗ് ഓഫ് റിട്ടേൺ എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ്. അപ്പോ ഫയലിംഗ് ഓഫ് റിട്ടേൺ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ എനിക്ക് തോന്നുന്നത് പേജ് നമ്പർ 105 ആണ് ഇതില്. അപ്പൊ ഒരു 110 ഒക്കെ വരുന്നുണ്ടാവാം, 5 പേജൊക്കെ മാറി ഉണ്ടാവും. 110 അല്ലെ? പേജ് നമ്പർ 110 വളരെ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടോ ഇല്ലയെന്ന് നോക്കണ്ട, ഏകദേശം. അതായത് പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇതിപ്പോ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഞാൻ ഈ കാണിച്ചത്. യൂണിവേഴ്സിറ്റി അതിന് ശേഷം പ്രത്യേകിച്ച് അങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ മാറ്റിയിട്ടൊന്നുമില്ല. പക്ഷെ അതിപ്പോ ഈ ഒരു കോവിഡിന്റെ സാഹചര്യത്തിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിനും ഏകദേശം ഇമ്പോർട്ടൻസ് ഒക്കെ ഇതുപോലെ തന്നെയാണ് വരുന്നുണ്ടാവുക. എത്ര മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിലും ഏകദേശം ഇങ്ങനെ തന്നെയാണ് വരുന്നുണ്ടാവുക. ഇതാ, അപ്പൊ 2 മാർക്കിന്റെ എന്നുള്ളത് അവിടെ മാർക്കിന്റെ വ്യത്യാസം വരുത്തിയിട്ടുണ്ടാവാം, അത് വെയിറ്റേജ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്, അല്ലേ? ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ഇതിപ്പോ ലാസ്റ്റ് ഇറങ്ങിയ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ശരിക്കും യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പർ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോർമാറ്റ് ഇപ്പൊ ഇങ്ങനെയാണ്. പക്ഷെ അത് പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുമ്പോൾ ഈ ഒരു കോവിഡ് സാഹചര്യത്തിൽ ഇറങ്ങിയ ക്വസ്റ്റ്യൻ പേപ്പറിൽ വെയിറ്റേജ് വ്യത്യാസം വരാം, പക്ഷെ ടോപ്പിക് ഒക്കെ ഏകദേശം ഇങ്ങനെ തന്നെയായിരിക്കും. അപ്പൊ GSTR ഇത് കണ്ടോ എല്ലാവരും? ടാക്സ് റിബേറ്റും GSTR ക്ലിയർ ആണോ? ടാക്സ് റിബേറ്റ് ആൻഡ് GSTR. ഞാനിത് ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞു, ഇപ്പൊ ലാസ്റ്റ് അവൈലബിൾ ആയ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിന് ശേഷം ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് വന്നിട്ടില്ല, 5th സെമ്മിന് മാത്രമേ വന്നിട്ടുള്ളൂ. അത് പ്രത്യേക ക്വസ്റ്റ്യൻ പേപ്പറാണ്, വെയിറ്റേജ് കൂട്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. നമ്മൾ ഏകദേശം ഇങ്ങനെയൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻ വരിക എന്നുള്ള ഒരു ഐഡിയയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്നത്. അതിൽ എത്ര മാർക്കിനാണ് എന്നുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റില്ല. പറയുന്നത് മനസ്സിലായോ? ഇത് അവസാനം ഇറങ്ങിയ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ക്ലിയർ? കഴിഞ്ഞ വർഷത്തെ. എല്ലാവരും ഒന്ന് റിപ്ലൈ ചെയ്യുക വേഗം. ആരും ഒന്നും റിപ്ലൈ ചെയ്യുന്നില്ല, റിപ്ലൈ ചെയ്യാൻ വേഗം. ടാക്സ് റിബേറ്റും അതുപോലെ GSTR2ഉം. അപ്പൊ ഞാൻ നമ്മൾ ഇതൊന്ന് മനസ്സിലാക്കേണ്ടത് എന്താ? GSTR1, 2, 3, 4 ഇതൊക്കെ മനസ്സിലാക്കണം. ഇതൊക്കെ പഠിക്കണം, ഇത് ഇമ്പോർട്ടന്റ് ആണ്, സംശയം വേണ്ട. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ 110 പേജ് നമ്പർ 110. Then what do you mean by return of loss? റിട്ടേൺ ഓഫ് ലോസ് എന്ന് പറയുന്നത് എന്താണ്? ഈ ചാപ്റ്ററിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് റിട്ടേണുമായി ബേസ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യം ഉണ്ടായിരിക്കും. ആനുവൽ റിട്ടേൺ ഫയലിംഗുമായി ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ഈ റിട്ടേൺ ഫയലിംഗ് എന്ന് പറയുന്നത് ഇൻകം ടാക്സിലും ഉണ്ട്, പിന്നെ ഏതിലുണ്ട്? GSTയിലും. ഈ രണ്ടിലും റിട്ടേൺ ഫയലിംഗ് ഉണ്ട്. ഇപ്പോ ഇൻകം ടാക്സിലെ റിട്ടേൺ ഫയലിംഗ് എന്ന് പറയുന്നത് ഏകദേശം 43ഓ 44ഓ പേജാണ്. 44ാമത്തെ പേജിലോ 43ാമത്തെ പേജിലോ മറ്റോ ആണ് നമ്മുടെ ഇൻകം ടാക്സിലെ റിട്ടേൺ എന്ന് പറഞ്ഞ ചാപ്റ്റർ കിടക്കുന്നത്. ശരിയല്ലേ? 39ആണ്. 39ാമത്തെ പേജിലാണ്. 38, 39 അല്ലേ? അപ്പൊ ആ പേജുകളിലാണ് നമ്മുടെ ഇൻകം ടാക്സിൽ ഇത് കിടക്കുന്നത്. വളരെ വിശദമായിട്ടുണ്ട്. അതിപ്പോ 2 മാർക്കാണെങ്കിലും 4 മാർക്കാണെങ്കിലും ഒക്കെ ആ ഭാഗത്ത് നിന്ന് ഒരു ക്വസ്റ്റ്യൻ വരും. റിട്ടേൺ എന്താണ്? റിട്ടേൺ ഫയലിംഗ് എന്തൊക്കെയാണ്? റിട്ടേൺ ഫയലിംഗിന്റെ പലതരത്തിലുള്ള റിട്ടേൺ ഏതൊക്കെയാണ്? ആനുവൽ റിട്ടേൺ, ബിലേറ്റഡ് റിട്ടേൺ, പിന്നെ ഡിഫക്റ്റീവ് റിട്ടേൺ,
അങ്ങനെ ആർക്കൊക്കെയാണ് കമ്പൽസറി റിട്ടേൺ ഫയലിംഗ്? അതൊക്കെ ഷുവർ ക്വസ്റ്റ്യൻ ആണ്. കമ്പൽസറി റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത് ആരാണ്? കമ്പൽസറി ആയിട്ട് റിട്ടേൺ ഫയൽ ചെയ്യണം എന്ന് പറയുന്നത് ആരൊക്കെയാണ് അങ്ങനെ റിട്ടേൺ കമ്പൽസറി ആയിട്ട് ഫയൽ ചെയ്യുന്ന ആൾക്കാർ? അപ്പൊ അത് വളരെ വിശദമായിട്ട് വിശദമായിട്ട് പറഞ്ഞാൽ വളരെ ബ്രീഫായിട്ട് ടു ദ പോയിന്റിലേക്ക് നമ്മുടെ പേജ് നമ്പർ 39. ഓക്കെ, അഗ്രിഗേറ്റ് ടേൺ ഓവർ. അഗ്രിഗേറ്റ് ടേൺ ഓവർ എന്ന് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം 2 മാർക്കിന്റെ ചോദ്യമായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എത്ര മാർക്കിന്റെ ചോദ്യമാണെങ്കിലും നിങ്ങൾ അതിനനുസരിച്ചുള്ള വെയിറ്റേജ് വരാം. ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് അഗ്രിഗേറ്റ് ടേൺ ഓവർ. എക്സംപ്റ്റഡ് സപ്ലൈ, ടാക്സബിൾ സപ്ലൈ, എക്സ്പോർട്ട്, അതുപോലെ പിന്നെ നിൽ റേറ്റഡ് സപ്ലൈ, ഇതെല്ലാം ചേർത്തിട്ടുള്ള ടോട്ടൽ ടേൺ ഓവറിനെയാണ് അഗ്രിഗേറ്റ് ടേൺ ഓവർ എന്ന് പറയുന്നത്. ഈ അഗ്രിഗേറ്റ് ടേൺ ഓവർ 1.5 കോടിയിൽ കൂടുതലാണെങ്കിൽ കോമ്പോസിഷൻ സ്കീമിൽ ചൂസ് ചെയ്യാൻ പറ്റില്ല. അതിൽ താഴെയാണെങ്കിൽ കോമ്പോസിഷൻ സ്കീം ചൂസ് ചെയ്യാം. പിന്നെ അതുപോലെ 40 ലക്ഷത്തിൽ കൂടുതലാണെങ്കിൽ അയാൾ ഇൻകം ടാക്സ് എന്താ പറയാ അഗ്രിഗേറ്റ് ടേൺ ഓവർ കാൽക്കുലേറ്റ് ചെയ്യണം. മീൻസ് രജിസ്ട്രേഷൻ കമ്പൽസറി ആയിട്ട് എടുക്കണം. ഇത്തരം കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ. നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് നോക്കി പഠിക്കുമ്പോൾ അഗ്രിഗേറ്റ് ടേൺ ഓവർ എനിക്ക് തോന്നുന്നത് പേജ് നമ്പർ 96 ആ ഭാഗത്തൊക്കെ ആയിട്ടാണ് കിടക്കുന്നുണ്ടാവുക. 96ഓ 100ഓ ആ ഒരു ഭാഗത്ത് നോക്കി നോക്കൂ. 96, 100 എന്ന ഭാഗത്ത് വളരെ വിശദമായിട്ടുണ്ട്. ശരിയല്ലേ? നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു 96 മുതൽ 100 വരെ. കറക്റ്റ് പേജ് നമ്പർ ഞാൻ പറയുന്നില്ല, 99 അല്ലേ? അപ്പൊ കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ 99, പേജ് നമ്പർ 99 വൃത്തിയായിട്ട് അഗ്രിഗേറ്റ് ടേൺ ഓവർ ഉണ്ട്. ഇനി അടുത്തൊരു സംശയം വരെ, സാർ അഗ്രിഗേറ്റ് ടേൺ ഓവർ നിങ്ങൾക്ക് ഈ പ്രാവശ്യം വരും ചോദിക്കാനുള്ള സാധ്യത. അതുമായി റിലേറ്റഡ് ആയിട്ട് കോമ്പോസിഷൻ സ്കീം അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ഇതൊക്കെ ചോദിക്കാനുള്ള സാധ്യത ഉണ്ട്. അഗ്രിഗേറ്റ് ടേൺ ഓവർ ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആണ്. അതുമായി റിലേറ്റഡ് ആയിട്ടൊരു ചോദ്യം എന്തായാലും വരും. ഈ അഗ്രിഗേറ്റ് ടേൺ ഓവറിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത് അഗ്രിഗേറ്റ് ടേൺ ഓവർ എന്ന് പറയുന്നത് കോമ്പോസിഷൻ സ്കീം ചൂസ് ചെയ്യാനും രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും ഒക്കെയാണ്. കേട്ടോ? Then what is protective assessment? കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുള്ളത് പ്രൊട്ടക്റ്റീവ് അസസ്മെന്റ് ആണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ കുട്ടികൾ ഇപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് അസസ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ചാപ്റ്റർ ഉണ്ട്. അസസ്മെന്റ്, ഇൻകം ടാക്സിലെ അസസ്മെന്റ് എന്ന് പറഞ്ഞിട്ടൊരു ചാപ്റ്റർ ഉണ്ട്. ആ ചാപ്റ്റർ കിടക്കുന്നത് 47ാമത്തെ പേജിലാണ് പോകുന്നത്. 47ഓ 48ഓ ആ പേജുകളിലാണ് അസസ്മെന്റ് എന്നുള്ള ചാപ്റ്റർ കിടക്കുന്നത്. അതിൽ ഒരുപാട് ടൈപ്പ് അസസ്മെന്റ് പറയുന്നുണ്ട്. അതായത് വോളണ്ടറി അസസ്മെന്റ്, സമ്മറി അസസ്മെന്റ്, then best judgment assessment, then re-assessment, then അങ്ങനെ കുറെ അസസ്മെന്റ് പറയുന്നുണ്ട്. ആ അസസ്മെന്റിന്റെ ചാപ്റ്ററിന് നിങ്ങൾക്ക് ഒരു ഷോർട്ട് എസ്സേ 4 മാർക്കിന്റെയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു 4 മാർക്ക് റേഞ്ചിൽ വരുന്ന ചോദ്യങ്ങൾ. ഇപ്പൊ ഈ വരുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ, ഇപ്പൊ വരാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഇല്ല എങ്കിൽ 4 മാർക്കിന്റെ ചോദ്യക്കേടായിട്ട് വരാം. ടൈപ്സ് ഓഫ് അസസ്മെന്റ് ഷുവറാണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ഞാൻ പറഞ്ഞ പേജ് നമ്പറിൽ കണ്ടു, അത് 47, 48 ആ പേജ് നമ്പർ നോക്കി നോക്കൂ. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അസസ്മെന്റ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അസസ്മെന്റ് എന്ന് പറയുന്നത് ഇല്ലേ 48-ലെ. അപ്പൊ ആ ഭാഗത്ത് നിന്ന് ഒരു 4 മാർക്കിന്റെ ചോദ്യം നിങ്ങൾ എന്തായാലും പ്രതീക്ഷിച്ചോളൂ. നല്ല വെയിറ്റേജ് ഉള്ള ഒരു ചോദ്യം വരാനുള്ള സാധ്യത ഉണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻ നിങ്ങൾ പ്രതീക്ഷിക്കുക. ടൈപ്സ് ഓഫ് വാട്ട് ഈസ് അസസ്മെന്റ് ആൻഡ് വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അസസ്മെന്റ്, വളരെയധികം സാധ്യത ഉണ്ട് ആ ഭാഗത്ത്. പക്ഷെ ആ ടെക്സ്റ്റ് ബുക്കിൽ എനിക്ക് പറ്റിയ കഴിഞ്ഞ ദിവസം കുട്ടികൾ അതൊരു പരാതി പോലെ പറഞ്ഞതാണ്. എന്ന് വെച്ചാൽ സാർ എല്ലാ അസസ്മെന്റിനെ കുറിച്ച് പറഞ്ഞു, പ്രൊട്ടക്റ്റീവ് അസസ്മെന്റിനെ കുറിച്ച് മാത്രം പറഞ്ഞില്ല. ഞാൻ ഈ പ്രാവശ്യം പഠിപ്പിക്കുമ്പോൾ അത് പറയാൻ മറന്നു എന്നൊരു സംശയം. ഈ പ്രൊട്ടക്റ്റീവ് അസസ്മെന്റ് വളരെ അൺഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അത് ബികോമിന്റെ സിലബസിൽ ഒരു വാക്ക് മാത്രം പറഞ്ഞു പോയിട്ടുള്ള ഒരു കാര്യമാണ് പ്രൊട്ടക്റ്റീവ് അസസ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അത് അത്ര ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം 2 മാർക്കിന്റെ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. എന്താണെങ്കിലും അതിന്റെ ഒരു മീനിങ് ഇതാണ്. അതിന്റെ മീനിങ് അസസ്മെന്റ് ടു ഡിറ്റർമൈൻ ഹൂ ഈസ് റെസ്പോൺസിബിൾ ടു പേ ടാക്സ് എന്നാണ്. അതായത് ഒരു പ്രത്യേക ഇൻകം, ആ പ്രത്യേക ഇൻകത്തിന്റെ മുകളിൽ 2 ആൾക്കാർ തമ്മിൽ തർക്കമാണ്. 2 ആളുകൾ തമ്മിൽ തർക്കമാണ്. അത് എന്റെ ഇൻകാണ്, നിന്റെ ഇൻകാണ്. അപ്പൊ അത് ആരുടെ ഇൻകം ആണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അസസ്മെന്റ് ആണ് പ്രൊട്ടക്റ്റീവ് അസസ്മെന്റ് എന്ന് പറയുന്നത്. ഇനി ഇൻ കേസ് ഈ പ്രാവശ്യം ചോദിക്കുകയാണെങ്കിൽ അതിന്റെ ഉത്തരം എങ്ങനെ എഴുതാം? അസസ്മെന്റ് ടു ഡിറ്റർമൈൻ ഹൂ ഈസ് റെസ്പോൺസിബിൾ ടു പേ ടാക്സ്. ഏത് അസസ്സിയാണ് ഈ ഇൻകം റെസ്പോൺസിബിൾ? ലോട്ടറി അടിച്ചു, ആ ലോട്ടറി അടിച്ചാൽ അത് 2 ആൾ അതിന് അവകാശവാദം പറയുന്നുണ്ട്, അല്ലെങ്കിൽ 2 പേര് അത് എന്റെ ഇൻകം അല്ല മറ്റുള്ള ഇൻകം ആണെന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിൽ ആരുടെ ഇൻകം ആണ് എന്ന് അറിയാനുള്ള ഒരു അസസ്മെന്റ് ആണ് പ്രൊട്ടക്റ്റീവ് അസസ്മെന്റ്. മിക്കവാറും ഈ പ്രാവശ്യം അത് വീണ്ടും ചോദിക്കില്ല, കാരണം കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചതാണ്. അപ്പൊ ഈ പ്രാവശ്യം സമ്മറി അസസ്മെന്റ്, ബെസ്റ്റ് ജഡ്ജ്മെന്റ് അസസ്മെന്റ്, റീ അസസ്മെന്റ് ഒക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഓക്കെ, ഇതുവരെ പറഞ്ഞത് ക്ലിയർ ആണോ? ഞാൻ അടുത്തേക്ക് നീങ്ങട്ടെ.
ഇതുവരെ പറഞ്ഞ കാര്യം ഇസ് ഇറ്റ് ക്ലിയർ? പേജ് നമ്പർ പറഞ്ഞു, അതെവിടെയാണ്? ഓക്കെ, വേഗം പറയും. മേക്ക് ഇറ്റ് ഫാസ്റ്റ് പ്ലീസ്. തിയറി ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് സാർ ആൻസർ ചെയ്യുന്നത്? നമ്മുടെ വേർഡ്സിൽ എഴുതിയാൽ മതി. അതായത് ഇൻകം ടാക്സ് ഒരു ലോ ആണ്. ലോ സാധാരണ ലീഗൽ ലാംഗ്വേജിൽ എഴുതണം. പക്ഷെ കഴിയുന്നതും നിങ്ങൾ അങ്ങനെ എഴുതാൻ നോക്കുക. അതിനാണ് നിങ്ങൾക്ക് ഒരു ടെക്സ്റ്റ് ബുക്ക് തന്നത്. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഒരു ടെക്സ്റ്റ് ബുക്ക് തന്നത്. അതായത് നിങ്ങളുടെ ഇപ്പൊ നമ്മുടെ മെഹ്റോത്തയുടെ ടെക്സ്റ്റോ യൂണിവേഴ്സിറ്റി ടെക്സ്റ്റോ ഒക്കെ നോക്കി പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളപ്പോൾ അത് എളുപ്പത്തിൽ പഠിക്കാനാണ് നിങ്ങൾക്ക് ഒരു ടെക്സ്റ്റ് തന്നത്. മിനിമം ആ ടെക്സ്റ്റിൽ പറഞ്ഞ ലാംഗ്വേജിലെങ്കിലും എഴുതാനായിട്ട് ശ്രമിക്കും. ഓക്കെ, അതായത് നമ്മൾ മെഹ്റോത്ര ടെക്സ്റ്റ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ടെക്സ്റ്റ് ഒക്കെ നോക്കി പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഒരു ടെക്സ്റ്റ് തന്നത് അല്ലെ. അപ്പൊ ആ ടെക്സ്റ്റിലെങ്കിലും പറയുന്ന ലാംഗ്വേജ് നിങ്ങൾ എഴുതാനായിട്ട് ശ്രമിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 15 പറഞ്ഞില്ല എന്ന് പറയുന്നത് ഡുവൽ GST. വൈ ഡുവൽ GST ഇസ് റിക്വയർഡ്? അതിപ്പോ ഞാനത് ഒരുപാട് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ഏറ്റവും ആദ്യത്തെ GST ക്ലാസ്സിൽ വിശദമായി പറഞ്ഞതാണ് എന്താണ് ഡുവൽ GSTയുടെ ആവശ്യം. ഈ ഡുവൽ GST പറഞ്ഞ CGSTയും SGSTയും വരുന്ന ഈ ഒരു സിസ്റ്റത്തിനെയാണ് ഡുവൽ GST എന്ന് പറയുന്നത്. അപ്പോൾ CGSTയുടെ ആവശ്യം, SGSTയുടെ ആവശ്യം എന്താണ്, അതുപോലെ IGSTയുടെ ആവശ്യം എന്താണ്, അത് നമ്മുടേതായ ലാംഗ്വേജിൽ എഴുതും. എന്ന് വെച്ചാൽ സെൻട്രൽ ഗവൺമെന്റ് കിട്ടുന്ന ടാക്സ് ആണ് CGST, സ്റ്റേറ്റ് ഗവൺമെന്റ് കിട്ടുന്ന ടാക്സ് ആണ് IGST. ഇന്റർ സ്റ്റേറ്റ് വരുന്ന സമയത്ത് സ്റ്റേറ്റുകൾ തമ്മിലുള്ള തർക്കം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഡുവൽ GST ഏർപ്പെടുത്തിയത്. ഓക്കെ, അതാണ് IGST കൊണ്ടുവരാനുള്ള കാരണം. അപ്പോ CGSTനും SGSTനും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാണ് 15ാമത്തെ ക്വസ്റ്റ്യനിൽ ചെയ്യേണ്ടത്. ഓക്കെ, ഒരുപാട് ടൈം ലാഗ് ചെയ്യിപ്പിക്കരുത് കേട്ടോ. ഒരുപാട് ടൈം ലാഗ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് സമയം കിട്ടില്ല, നിങ്ങൾക്ക് പഠിക്കാനും സമയം കിട്ടില്ല. ഡുവൽ GST പറഞ്ഞു, CGST ആൻഡ് SGST. അതൊന്ന് CGST എന്താണ്, SGST എന്താണ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. കൂട്ടത്തിൽ IGSTയും എന്താണെന്ന് എഴുതുക കേട്ടോ. ഇന്റർ സ്റ്റേറ്റിനാണ് IGST വരുന്നത്. കാരണം ഇത് സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് വൺ നാഷൻ വൺ ടാക്സ് എന്നുള്ള ഒരു ഇതിലേക്ക് എത്തിക്കാനാണ്. ഇതിന്റെ ഉദ്ദേശം വൺ നാഷൻ വൺ ടാക്സ് ആണ്. 16ാമത്തെ പ്രൊട്ടക്റ്റീവ് അസസ്മെന്റ് പറഞ്ഞു. പ്രൊട്ടക്റ്റീവ് അസസ്മെന്റ് പറഞ്ഞു. പ്രൊട്ടക്റ്റീവ് അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊട്ടക്റ്റീവ് അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ ആരുടെ ഇൻകം ആണ് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻകത്തിന്റെ അവകാശിയെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള അസസ്മെന്റിനെയാണ് പ്രൊട്ടക്റ്റീവ് അസസ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതിനൊരു സെന്റൻസ് ആയിട്ട് പറയുന്നത് അസസ്മെന്റ്. ഇനി വീണ്ടും ചോദിക്കരുത്, എഴുതിക്കൂടാ. അസസ്മെന്റ് ടു ഡിറ്റർമൈൻ ഹു ഈസ് റെസ്പോൺസിബിൾ ടു പേ ടാക്സ്. അസസ്മെന്റ് ടു ഡിറ്റർമൈൻ ഹു ഈസ് റെസ്പോൺസിബിൾ ടു പേ ടാക്സ്. അതാണ് പ്രൊട്ടക്റ്റീവ് അസസ്മെന്റ്. Assessment to determine who is responsible to pay tax. Then next one, list out any 4 exempted incomes from GST. GST le exempted incomes. GST le exempted incomes വളരെ വിശദമായിട്ട് പേജ് നമ്പർ 71 ഇനി അതിനെക്കുറിച്ച് ഇനി എന്നോടൊന്നും കൂടുതൽ ചോദിക്കരുത് പ്ലീസ്. കാരണം ഞാൻ അതൊരു ക്ലാസ് മൊത്തം എക്സ്പ്ലെയിൻ ചെയ്തതാണ്. 71 കേട്ടോ, പേജ് നമ്പർ 71. ചിലപ്പോൾ മാറ്റം ഉണ്ടാവും. 71 എന്നുള്ളത് 72 73 ഒക്കെ ആവും. ആ ഒരു പേജിലല്ലേ നോക്കി നോക്കും. വളരെ വിശദമായിട്ട് പറഞ്ഞ എന്താണ്. ഓക്കെ, ഓർക്കുന്നുണ്ടോന്ന് അറിയില്ല. ക്ലാസ് ഒന്ന് അറ്റൻഡ് ചെയ്ത ആൾക്കാരൊക്കെ വളരെ ഓർക്കുന്നുണ്ടാവും. ഞാനതൊക്കെ പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഇനി മണിക്കൂറുകളോളം എടുക്കും. ഓക്കെ, അത് ഏതാണ് എന്താണെന്നൊക്കെ പറയാൻ നിന്നാൽ മണിക്കൂറുകളോളം എടുക്കും. അപ്പൊ അത് വളരെ വിശദമായിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. പേജ് നമ്പർ 72. എസെൻഷ്യൽ ആയിട്ടുള്ള ഗുഡ്സിനാണ് എക്സംപ്റ്റഡ് ഇൻകംസ് വരുന്നത്. പിന്നെ കുറെ സർവീസസിനും വരുന്നത്. അപ്പൊ ആ എസെൻഷ്യൽ ആയിട്ടുള്ള ഗുഡ്സിന് ഇഷ്ടം പോലെ ഉണ്ട്. ആട്ട, മൈദ, ബേസൻ, നാഷണൽ ഫ്ലാഗ്, ബാംഗിൾസ്, അങ്ങനെ എഗ്, അങ്ങനെ കുറെ ഉണ്ട്. അതിൽ ഏതെങ്കിലും 4 എഴുതിയാണ്. ഓക്കെ, ഹു ഈസ് CBDT, സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സസ്. ഈ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സസിന്റെ പവേഴ്സ്, അതിലെ ഓഫീസർമാരുടെ പേര്, ഇതൊക്കെ നമ്മുടെ പേജ് നമ്പർ 51 കാണാം. പേജ് നമ്പർ 51 CBDTനെ കുറിച്ച് വിശദമായിട്ട് കാണാം. അപ്പൊ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസറിങ് കഴിഞ്ഞാൽ അത്തരം ഇവിടെ നമ്മൾ എഴുതിയിട്ടുള്ള പേജുകളൊക്കെ ഒന്ന്
വീണ്ടും റെഫർ ചെയ്യാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. ദാറ്റ് ഈസ് നീഡഡ്. ക്ലിയർ? അപ്പോൾ CBDT, Central Board of Direct Taxes. What is the meaning of GST? What is the meaning of supply in GST? ഇതും എന്നോട് ഇനി കൂടുതൽ ചോദിക്കരുത്, കാരണം വളരെ വിശദമായിട്ട് ഒരു ക്ലാസ്സിൽ ഞാൻ എടുത്തതാണ്. പേജ് നമ്പർ 77. ഈ ക്വസ്റ്റ്യൻ പേപ്പർ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ക്ലാസ് എടുത്തത്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ക്ലാസ്സിൽ ഞാൻ പരമാവധി അന്ന് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് നമ്മൾ അന്ന് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ വരുന്ന ടേംസും കാര്യങ്ങളൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുത്തതാണ്. അപ്പൊ സപ്ലൈനെ കുറിച്ചിട്ട് ഷുവർ ആണ്, നിങ്ങൾക്ക് 100% ഉറപ്പിക്കാം. ഒരു ചോദ്യം, 1 ക്വസ്റ്റ്യൻ ഉറപ്പിക്കാം കേട്ടാ. സപ്ലൈ എന്താണ്? പേജ് നമ്പർ 77, 78 സപ്ലൈ എന്ന് പറയുന്നതിന് ഒരു ഷുവർ ക്വസ്റ്റ്യൻ ഉറപ്പാണ്. കോമ്പോസിറ്റ് സപ്ലൈ, മിക്സഡ് സപ്ലൈ, അതൊക്കെ ചോദിക്കാം. 79 വളരെ വിശദമായിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. വിശദമായിട്ട് പറഞ്ഞാൽ മറ്റുള്ള ബികോം ടെക്സ്റ്റ് ബുക്കുകൾ വലിച്ചുവാരി എഴുതിയ പോലെയല്ല നമ്മൾ എഴുതിയിട്ടുള്ളത്. പെട്ടെന്ന് പഠിക്കാൻ പറ്റാവുന്ന രീതിയിൽ, പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റാവുന്ന രീതിയിലാണ് ആ ടെക്സ്റ്റ് ബുക്കിൽ പ്രസന്റ് ചെയ്തിട്ടുള്ളത്. അത് അതുപോലെ എഴുതാം. ഓക്കെ, സപ്ലൈ എന്താണ്? അപ്പൊ സപ്ലൈ 7 subsection 1 consideration furtherance of business, 7 subsection 2 okay with consideration but without business motive, schedule 1, schedule 2, schedule 3 ഒക്കെ ഉണ്ട്. അത് 2 മാർക്കിന്റെ ചോദ്യമാണെങ്കിൽ അതിനനുസരിച്ച് ചെയ്ത എത്ര മാർക്കാണോ അതിനനുസരിച്ച് ചെയ്ത. ഇവിടെ മാർക്കിന് വലിയ പ്രാധാന്യമൊന്നുമില്ല. മീൻസ് ഇവിടെ ഇപ്പോൾ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ മാർക്ക് എന്ന് പറയുന്നതിൽ വ്യത്യാസമുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞു ഇപ്പൊ വെയിറ്റേജ് മാറ്റിയിട്ടുണ്ടെന്നത്. അപ്പോൾ എന്നാലും അത് എത്ര മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണോ അതിനനുസരിച്ച് എഴുതാം. കുറച്ച് വെയിറ്റേജ് കൂടിയ ക്വസ്റ്റ്യൻ ആണെങ്കിൽ അത് വിശദീകരിച്ച് എഴുതാം. 7.1 എന്താണ്, 7.2 എന്താണ്, സെക്ഷൻ 7 ആണ്. സപ്ലൈ എന്ന് പറയുന്നത് സെക്ഷൻ 7 ആണ്. അപ്പൊ സെക്ഷൻ 7-ല് 7 subsection 1, 7 subsection 2 എന്നൊക്കെ അവിടെ ടേബിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കും. വാട്ട് ഈസ് ഇൻപുട്ട് ടാക്സ് ആൻഡ് വാട്ട് ഈസ് ഔട്ട്പുട്ട് ടാക്സ് ഒരു ക്ലാസ്സിൽ GSTയുടെ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ വളരെ വിശദമായിട്ട് പറഞ്ഞതാണ്. എക്സാമ്പിൾ നമ്മൾ GST തുടങ്ങിയതേ അങ്ങനെയാണ്. എന്താണ് ഇൻപുട്ട് ടാക്സ്, എന്താണ് ഔട്ട്പുട്ട് ടാക്സ്? ഔട്ട്പുട്ട് ടാക്സ് ഇൻപുട്ട് ടാക്സ് മൈനസ് ചെയ്തിട്ട് ബാക്കിയുള്ളതാണ് നെറ്റ് ടാക്സ് എന്ന് പറയുന്നത്. അത് നമ്മളൊരു എക്സാമ്പിൾ അടക്കം കാണിച്ചിരുന്നു. സോ ഇൻപുട്ട് ടാക്സ് മീൻസ് വാട്ട്? ഇൻപുട്ട് ടാക്സ് മീൻസ് ടാക്സ് പെയ്ഡ് ഓൺ പർച്ചേസ്. ഔട്ട്പുട്ട് ടാക്സ് മീൻസ് ടാക്സ് കളക്ടഡ് ഓൺ സെയിൽസ്. ടാക്സ് പെയ്ഡ് ഓൺ ഇൻവേർഡ് സപ്ലൈസ്, അതാണ് ഇൻപുട്ട് ടാക്സ്. ടാക്സ് കളക്ടഡ് ഫ്രം ഔട്ട്വേർഡ് സപ്ലൈസ്, അതാണ് ഔട്ട്പുട്ട് ടാക്സ്. ഇൻവേർഡ് സപ്ലൈയുടെ മീതെ പേയ്മെന്റ് കൊടുക്കുന്നത് ഇൻപുട്ട് ടാക്സ്, ഔട്ട്വേർഡ് സപ്ലൈയുടെ മീതെ കളക്ട് ചെയ്യുന്നത് ഔട്ട്പുട്ട് ടാക്സ്. ഇത്രയാണ് നമ്മുടെ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ്. ക്ലിയർ ആണോ? ഇത് റിപ്പീറ്റ് ചെയ്യുന്നുള്ളതല്ല, ഇത്തരം ക്വസ്റ്റ്യൻസ് ആണ് വരിക എന്നുള്ളതാണ്. ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് ആണ് വരിക. അപ്പൊ ഇതിൽ നിന്നെല്ലാം നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്? ഇത്തരം ചോദ്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ആണ് ചെയ്യേണ്ടത്. ഞാനിപ്പോ ഈ പറഞ്ഞ ഏരിയ നോക്കാം, ഇതല്ലെങ്കിൽ ഇതുമായി റിലേറ്റഡ് ആയിട്ട് മറ്റു ചോദ്യങ്ങൾ വരുന്നത്. ഈ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യുന്നത് കൊണ്ട് എന്താണ് ഗുണം? ഈ ചോദ്യങ്ങൾ ഇതേപോലെ ആവർത്തിച്ചിട്ടില്ലെങ്കിലും ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് വരാം എന്നതാണ്. ഓക്കെ, ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻസ് വരാം. ക്ലിയർ ആണ്? എല്ലാവരും നോക്കുന്നുണ്ട്. ഇനി ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻസ് ആണ്. ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻസ് ആണ് നോക്കാം. ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻസിലെ ആദ്യത്തെ മെൻഷൻ ദി ആർഗ്യുമെന്റ്സ് അഗെയിൻസ്റ്റ് GST. അതൊരു സുഖമില്ലാത്ത ചോദ്യമാണ്. അതായത് ആർഗ്യുമെന്റ്സ് അഗെയിൻസ്റ്റ് GSTക്കെതിരെയുള്ള ആർഗ്യുമെന്റ്സ് എന്താണ്? അത് പിന്നെ എന്തായാലും ചോദിക്കില്ല. പക്ഷെ ഞാൻ ആർഗ്യുമെന്റ്സ് പറഞ്ഞുതരാം. ആർഗ്യുമെന്റ്സ് അന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. GSTയുടെ റേറ്റുകൾ വളരെ കൂടുതലാണ്. പിന്നെ GST പലപ്പോഴും ഒരു ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് ആണ്. അപ്പോ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാനുഫാക്ചറിങ് കൂടുതൽ ചെയ്യുന്ന സംസ്ഥാനങ്ങൾക്ക് GST മൂലം നഷ്ടം സംഭവിക്കുന്നു. ഓക്കെ, പിന്നെ സ്റ്റേറ്റ് ഗവൺമെന്റുകളുടെ ടാക്സിന്റെ ഷെയർ കുറയുന്നു. ഇതൊക്കെയാണ് GSTക്ക് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആർഗ്യുമെന്റ്സ്. ഇനി ഈ ഒരു സ്ഥലത്ത് നമുക്ക് ചോദിക്കാവുന്നത് വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് GST, നമ്മൾ വിശദമായിട്ട് പഠിച്ചിരുന്നു. വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് GST, നമ്മൾ വിശദമായിട്ട് പഠിച്ചിരുന്നു. വാട്ട് ഈസ് ദ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് GST, ഇതൊക്കെ ഈ ചോദിച്ച സ്ഥലത്ത് ചോദിക്കാവുന്നതാണ്. ആർഗ്യുമെന്റ്സ് ഇനിയിപ്പോൾ എന്തായാലും ചോദിക്കില്ല. ആർഗ്യുമെന്റ്സ് 3 എണ്ണമാണ് പ്രധാനമായിട്ട്. GST റേറ്റുകൾ കൂടുതലാണ്. GSTയിലെ ഒറിജിൻ ബേസ്ഡ് ടാക്സ് അല്ല, ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് ആണ്. അപ്പോൾ മാനുഫാക്ചർ ചെയ്യുന്ന ആൾക്കാർക്ക് നഷ്ടം വരും, സ്റ്റേറ്റുകൾക്ക് നഷ്ടമാണ്. പിന്നെ GST സെൻട്രൽ ഗവൺമെന്റ് ഷെയർ കൂട്ടുകയും സ്റ്റേറ്റ് ഗവൺമെന്റ് ഷെയർ കുറയ്ക്കുകയും ചെയ്യുന്നു. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും
GST against ആയിട്ടുള്ള ആർഗ്യുമെന്റ്സ്. പക്ഷെ അത് ഇനി വീണ്ടും റിപ്പീറ്റ് ചെയ്യില്ല. അതിന് പകരം ഫീച്ചേഴ്സ് ഓഫ് GST ചോദിക്കാം, ഒബ്ജക്റ്റീവ്സ് ഓഫ് GST ചോദിക്കാം, ഹിസ്റ്ററി ഓഫ് GST ചോദിക്കാം. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമുക്ക് നിങ്ങൾ നമ്മുടെ പേജ് നമ്പർ 55, 56, പേജ് നമ്പർ 55, 56 ആ ഒരു പേജ് നമ്പറുകൾ നോക്കുക. അവിടെ GST വേണ്ട എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇത്തരം ചോദ്യങ്ങളൊക്കെ ആൻസർ ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ അതിലുണ്ട്. അത് ഞാൻ അന്ന് വിശദമായിട്ട് പഠിക്കുകയും ചെയ്തിട്ടുണ്ട്. 55, 56 മുതലായ പേജ് നമ്പർ. ഓക്കെ, ശരിയല്ലേ? ഇസ് ഇറ്റ് ക്ലിയർ? 55, 56, 55, 56 ആ പേജുകളിൽ നോക്കുക. ഒബ്ജക്റ്റീവ്സ്, കോൺസെപ്റ്റ്, ഫീച്ചേഴ്സ്, ഹിസ്റ്ററി, GST വന്നപ്പോ പോയ കുറെ എടുത്തു കളഞ്ഞ കുറെ ടാക്സുകൾ. ഓക്കെ, പിന്നെ അതുപോലെ ഡയറക്ട് ടാക്സും ഇൻഡയറക്ട് ടാക്സും തമ്മിലുള്ള ഡിഫറൻസ്, ഇതൊക്കെ ആ പേജുകളിൽ കാണും. GST അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആർഗ്യുമെന്റ്സ് പ്രധാനമായിട്ടും 3 എണ്ണമാണ്. ഞാൻ അന്ന് പറഞ്ഞു ഓൾറെഡി. ഇനി മാർജിനൽ റിലീഫ്. ഒരു കുട്ടി അന്ന് ചോദിച്ചിരുന്നു, സാർ മാർജിനൽ റിലീഫ് ചോദിക്കുമെന്ന്. മാർജിനൽ റിലീഫ് അണ്ടർ സെക്ഷൻ 89. 89-ലെ മാർജിനൽ റിലീഫ് എന്താണ്? ഇവരെ സംഭവം ഇത് നമ്മുടെ കോളേജുകളിൽ, പല കോളേജുകളിലും ഇതൊന്നും ചോദിക്കില്ല, മാർജിനൽ റിലീഫ് ഒന്നും ചോദിക്കില്ല, അതൊക്കെ ഭയങ്കര ടഫാണ്, അതൊന്നും ചോദിക്കില്ല എന്നുകൊണ്ട് തള്ളിയതാണ്. മാർജിൻ റിലീഫ് പക്ഷെ ചോദിച്ചിട്ടുണ്ട്. ഇവർ പറയുന്നത് ഒന്ന്, ചോദിക്കുന്നത് വേറൊന്ന്. അതാണ് ഇവരുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പ്രത്യേകത. ഈ മാർജിൻ റിലീഫ് ഒക്കെ നേരെ ചൊവ്വനെ ഏതെങ്കിലും കോളേജുകൾ പഠിപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ വർഷം വന്ന കുട്ടികളോട് ഞാൻ ചോദിച്ചപ്പോൾ അവർ അങ്ങനെ സംഭവം കോളേജിൽ കേട്ടിട്ട് തന്നെ പറഞ്ഞു കൊടുത്തിട്ട് പോലില്ല. പക്ഷെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ സാധനം ഇട്ടിട്ടുണ്ട്. എന്താണെങ്കിലും നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്കൊരു എക്സാമ്പിൾ സഹിതം കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. മാർജിൻ റിലീഫ് എക്സാമ്പിൾ സഹിതം കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, ഒരു 50,90,000-ന്റെ എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് ലാസ്റ്റ് ക്ലാസ്സിൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതില്ലാത്തവര്, അന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാതിരുന്നവർ നിങ്ങളോട് അത് പറഞ്ഞിരുന്നു. ഇനി അത് പറയാന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. എന്താണ് മാർജിൻ റിലീഫ് എന്ന് പറയുന്നത്, അത് നിങ്ങൾ ആ എക്സാമ്പിൾ സഹിതം എഴുതാം. ഓക്കെ, മാർജിൻ റിലീഫ് എന്താണ് എന്നുള്ളത് വളരെ വിശദമായിട്ട് അന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത് എഴുതാം കേട്ടോ. Then how can a registered person cancel his GST registration? മാർജിൻ റിലീഫ് നമ്മുടെ പേജ് നമ്പർ ഇല്ല. മാർജിൻ റിലീഫിന് അങ്ങനെ പേജ് നമ്പർ ഒന്നുമില്ല. മാർജിൻ റിലീഫ് ആ ക്ലാസ്സിൽ നമ്മൾ വിശദമായിട്ട് പറഞ്ഞിരുന്നു. അന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്തവർ ഗ്രൂപ്പിൽ ഒന്ന് ഷെയർ ചെയ്യാം. ആ പേജ് അത് അന്ന് ഞാൻ വൈറ്റ് ബോർഡിൽ എഴുതി കാണിച്ചിരുന്നു. അന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്തവർ ഗ്രൂപ്പിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി അത് പറയണമെങ്കിൽ കുറച്ച് സമയം നമുക്ക് എടുക്കും. അത് പറയാനുള്ള സമയം നമുക്കില്ല. പക്ഷെ നമ്മളത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്, വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞതാണ് കേട്ടോ. ഹൗ ക്യാൻ എ രജിസ്റ്റേർഡ് പേഴ്സൺ ക്യാൻസൽ ഹിസ് GST രജിസ്ട്രേഷൻ? എങ്ങനെയാണ് ഒരു GST രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യുന്നത്? നമ്മുടെ പേജ് നമ്പർ 98 തോന്നുന്നു. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 98, 99 ഒക്കെ ആയിരിക്കും. രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട്. ആ ചാപ്റ്ററിൽ ഏറ്റവും അവസാനത്തെ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് 2 തരം ക്യാൻസലേഷൻ. ഒന്ന് വോളണ്ടറി ക്യാൻസലേഷൻ, മറ്റൊന്ന് ക്യാൻസലേഷൻ ബൈ പ്രോപ്പർ ഓഫീസർ. ക്യാൻസലേഷൻ ബൈ പ്രോപ്പർ ഓഫീസർ. ഈ പേജ് നമ്പർ അത് തന്നെയല്ലേ നോക്കാം. പേജ് നമ്പർ 98, 99 ആണെന്ന് തോന്നുന്നു. 101 അല്ലെ? യെസ്, നോക്കിക്കോളൂ എല്ലാവരും. ഒറ്റ മിനിറ്റ്, ഞാനിപ്പോ വരും. ഞാനിതൊന്ന് ജസ്റ്റ് ഒന്ന്, എനിക്ക് ഈ ഡോർ ഒന്ന് ക്ലോസ് ചെയ്യണം. 101 നോക്കിക്കോളൂ എല്ലാവരും.
ഓക്കെ. എന്താണ് മാർജിനൽ റിലീഫ് ടെക്സ്റ്റിലില്ല. ഞാൻ പറഞ്ഞു മാർജിനൽ റിലീഫ് തിരിച്ചെത്തിയിട്ടോ. മാർജിനൽ റിലീഫ് നമ്മുടെ ടെക്സ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതിന്റെ ഒരു കാരണം എന്താന്ന് വെച്ചാല് ഈ ടെക്സ്റ്റ് ഇപ്പോ പൊതുവെ ബികോം സിലബസിലെ മാർജിൻ റിലീഫ് അങ്ങനെ വേണ്ട എന്നാണ് പൊതുവെ വിലയിരുത്തിയിരുന്നത്. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം മാർജിൻ റിലീഫ് ചോദിച്ചിട്ടുണ്ട് തിയറിയായിട്ട്. ടെക്സ്റ്റിലില്ല, പക്ഷെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ ലാസ്റ്റ് ക്ലാസ് അറ്റൻഡ് ചെയ്ത കുട്ടികൾക്ക് അറിയാം. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? മാർജിൻ റിലീഫ് എന്താണ്, എങ്ങനെയാണ് മാർജിൻ റിലീഫ് എഫക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ലേ? ആ ലാസ്റ്റ് ക്ലാസ് എക്സ്പ്ലെയിൻ ചെയ്ത് അറ്റൻഡ് ചെയ്ത കുട്ടികൾ പറയൂ അല്ലേ? എക്സാമ്പിൾ സഹിതം നമ്മൾ മാർജിൻ റിലീഫ് കാണിച്ചു. അപ്പോ ആ ഒരു എക്സാമ്പിൾ എഴുതിയാൽ മതി ഇതിന്റെ ആൻസർ ആയിട്ട്. അതായത് മാർജിൻ റിലീഫ് എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റി ടെക്സ്റ്റിൽ ഉണ്ടായിരിക്കും. യൂണിവേഴ്സിറ്റി ടെക്സ്റ്റ് നിങ്ങൾ അറ്റൻഡ് ചെയ്തോളൂ. യൂണിവേഴ്സിറ്റി ടെക്സ്റ്റിലുണ്ട്, പിന്നെ CMAയുടെ ബുക്കിലൊക്കെ ഉണ്ടാവാം. അപ്പൊ അത് ഞാൻ എക്സാമ്പിൾസ് ആയത് പറഞ്ഞിട്ടുണ്ട്. മാർജിൻ റിലീഫ് എന്ന്. ഇനി അപ്പൊ നമ്മുടെ ടെക്സ്റ്റിൽ അത് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല. അതിന്റെ കാരണം അത് ബികോം സിലബസിൽ വേണ്ട എന്ന് പറഞ്ഞതുകൊണ്ടാണ് അങ്ങനെ ഉൾപ്പെടുത്താതിരുന്നത്. ഹൗ ക്യാൻ എ രജിസ്റ്റേർഡ് പേഴ്സൺ ക്യാൻസൽ ഹീസ് രജിസ്ട്രേഷൻ? ആര് പറഞ്ഞു? എങ്ങനെയാണ് രജിസ്റ്റേർഡ് പേഴ്സൺ ക്യാൻസൽ ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമ്മുടെ ടെക്സ്റ്റിൽ ഇല്ല എന്ന് ആര് പറഞ്ഞു? രജിസ്ട്രേഷൻ എന്നുള്ള ചാപ്റ്ററിൽ ലാസ്റ്റിലുണ്ടല്ലോ, നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഈ ടെക്സ്റ്റ് മാത്രം പഠിച്ചു പോയ കുട്ടികൾക്ക് ഒരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല. ഈ മാർജിൻ റിലീഫിന്റെ ഒരു കാര്യം മാത്രമേ നമ്മുടെ ടെക്സ്റ്റിൽ കഴിഞ്ഞ പ്രാവശ്യം ക്രാഷ് ബാച്ച് നടത്തിയിട്ട് അത് അറ്റൻഡ് ചെയ്ത കുട്ടികൾക്ക്, ഈ ടെക്സ്റ്റ് മാത്രം പഠിച്ചു പോയ കുട്ടികൾക്ക് ഇതിൽ 90% ക്വസ്റ്റ്യൻസ് അവർ ആൻസർ ചെയ്തു. മാർജിൻ റിലീഫ് മാത്രം അവർ എന്നോട് പറഞ്ഞു സാർ അത് നല്ലതെന്ന് പറഞ്ഞു. അപ്പൊ അത് വരാനുള്ള കാരണം ഇതാണ്. ബികോമിന് വേണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഈ പ്രാവശ്യം നമ്മളത് പറയുകയും ചെയ്തു. ഈ പ്രാവശ്യം അതുപോലെ ഒരു ഓൾട്ടർനേറ്റ് മിനിമം ടാക്സിന്റെ കാര്യം വരുന്നുണ്ട്. പിന്നെ അതിന് ചോയ്സ് ഉണ്ടാവും. നിങ്ങൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെന്നും ഒരാൾ ഒരു പരീക്ഷ തോൽക്കൊന്നും ചെയ്യില്ല. കാരണം ചോയ്സ് ഉണ്ടായിരിക്കും. ഉണ്ട് കേട്ടോ, പേജ് നമ്പർ 192. സ്റ്റേറ്റ് ദ ഫയലിംഗ് ഓഫ് ഇൻകം ടാക്സ് റിട്ടേൺ. ഇൻകം ടാക്സ് റിട്ടേണിന്റെ ഫയലിംഗ് എങ്ങനെയാണ് എന്നുള്ള പ്രൊസീജിയർ പറയാനാണ്. അത് റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന്റെ പ്രൊസീജിയർ ആണ്. അത് പാൻ പെർമനന്റ് അക്കൗണ്ട് നമ്പർ യൂസ് ചെയ്തിട്ടാണ് റിട്ടേൺ ഫയൽ ചെയ്യുക. അതിന്റെ ITR ഇൻകം ടാക്സ് റിട്ടേൺ ഫോമുകളുണ്ട്. ആ ഫോം യൂസ് ചെയ്തിട്ടാണ് ചെയ്യേണ്ടത്. ഇത് റിട്ടേൺ ഫയലിംഗുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 39-40. അതിൽ പാൻ പെർമനന്റ് അക്കൗണ്ട് നമ്പർ, അതിന്റെ ഡിജിറ്റ്, അതിലെ കോഡുകൾ, പിന്നെ അത് ഏതൊക്കെ റിട്ടേൺ ആണ്. നമ്മൾ ഇപ്പൊ പ്രൊസീജിയർ എഴുതുക എന്ന് പറഞ്ഞാല് കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്യുക, അവരുടെ വെബ്സൈറ്റ് എടുക്കുക, അതൊക്കെ പിന്നെ നമുക്ക് എഴുതാവുന്നതേ ഉള്ളൂ. ഇൻകം ടാക്സിന്റെ വെബ്സൈറ്റ് എടുക്കുക. പിന്നെ അതിൽ യൂസ് ചെയ്യാത്തൊരു കാര്യം ITR നമ്പറുകൾ കൊടുത്തിട്ടില്ല. ഇൻകം ടാക്സ് റിട്ടേൺ ഫോമുകൾ ഉണ്ട്. അത് നിങ്ങളൊന്ന് ജസ്റ്റ് അങ്ങനെ ആഡ് ചെയ്യുക. ITR ഇൻകം ടാക്സ് റിട്ടേൺ ഫോമുകൾ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുക. പാൻ പെർമനന്റ് അക്കൗണ്ട് നമ്പർ, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ കൊടുത്തിട്ടുണ്ട്. വാട്ട് ആർ ദ ആക്ടിവിറ്റീസ് നോട്ട് ട്രീറ്റഡ് ആസ് സപ്ലൈ? നോട്ട് ട്രീറ്റഡ് ആസ് സപ്ലൈ വളരെ വ്യക്തമായിട്ട് ഷെഡ്യൂൾ 3 എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഷെഡ്യൂൾ 3 GST തന്നെ ഷെഡ്യൂൾ 3 എന്ന് കൊടുത്തിട്ടുണ്ട്. നോട്ട് ട്രീറ്റഡ് ആസ് സപ്ലൈ. ഓക്കെ. അപ്പൊ ഷെഡ്യൂൾ 3 അത് പേജ് നമ്പർ കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ പേജ് നമ്പർ 78. പേജ് നമ്പർ 78. അത് 79 or 80 ഒക്കെ ആവാം. പുതിയ ടെക്സ്റ്റ് റീപ്രിന്റ് ചെയ്ത് വരുമ്പോൾ 78 or 79 or 80 ഒക്കെ ആവാം പുതിയ ടെക്സ്റ്റിലാണ്. ഷെഡ്യൂൾ 3 അതിൽ നോട്ട് എ സപ്ലൈ ഗവൺമെന്റ് സർവീസ്, പിന്നെ എംപ്ലോയി സർവീസ് 80 ആണ് അല്ലെ? പേജ് നമ്പർ 80 ആണ്. നോട്ട് എ സപ്ലൈ എന്നുള്ളത് വ്യക്തമായിട്ട് നമ്മൾ അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന് വരണമെന്നില്ല കേട്ടോ, പക്ഷെ അതുമായി റിലേറ്റഡ് ആണ്. അപ്പൊ ആ ഏരിയ ഒക്കെ ഇമ്പോർട്ടന്റ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ. എക്സ്പ്ലെയിൻ ദ റൂൾസ് റിഗാർഡിംഗ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. ഈ ചോദ്യം തന്നെ തെറ്റാണ്. ഈ ചോദ്യത്തിന്റെ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് GST ഇൻകം ടാക്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്ന യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം
ഇതിനെക്കുറിച്ച് വലിയ ധാരണ ഉള്ള ആളുകളൊന്നല്ല ഈ ക്വസ്റ്റ്യൻസ് എടുക്കുന്നത്. ഇവർക്ക് തന്നെ ഈ വിഷയം ഇൻകം ടാക്സിനെ കുറിച്ച് പിന്നീട് പ്രത്യേകിച്ച് GST കുറിച്ചിട്ടൊന്നും അങ്ങനെ ഒരു വ്യക്തമായ ധാരണ ഇല്ല. അല്ലെങ്കിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒന്നും ഇടില്ല. എന്താണ് ഇവർ ഉദ്ദേശിച്ചത്? റൂൾസ് റിഗാർഡിംഗ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചത് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എങ്ങനെ പരസ്പരം അഡ്ജസ്റ്റ് ചെയ്യണം എന്നുള്ളതാണോ, അതോ പ്രീ റിക്വസിറ്റ്സ് ഓഫ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആണോ എന്നുള്ളത് വ്യക്തമല്ല. എന്താണെങ്കിലും നിങ്ങൾക്കത് രണ്ടും എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാം. ഞാൻ നമ്മുടെ ടെക്സ്റ്റില് റൂൾസ് റിഗാർഡിംഗ് എന്ന് പറഞ്ഞാൽ ഏത് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഏതുമായി അഡ്ജസ്റ്റ് ചെയ്യാം എന്ന റൂൾ ആണെങ്കിൽ ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ഉദ്ദേശിച്ചിട്ടുണ്ടായിരിക്കാം. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം വാല്യുവേഷന് പോകാത്തതുകൊണ്ട്, ഇപ്പൊ വാല്യുവേഷൻ പോകാത്തതുകൊണ്ട് നമുക്കത് അറിയില്ല. ഞാൻ മുമ്പത്തിന്റെ വാല്യുവേഷൻ പോയിരുന്ന സമയത്ത് വ്യക്തമായ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരുപാട് അപാകതകൾ ഉണ്ടാവും, പല അപാകതകൾ ഉണ്ടാവാറ്. അപ്പൊ തന്നെ കുട്ടികൾക്ക് പിന്നെ വർഷം അത് ക്ലാസ് എടുക്കുന്ന സമയത്ത് ഷെയർ കൊടുക്കുകയും ചെയ്യാറ്. എന്താണെങ്കിലും രണ്ട് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റുമായി റിലേറ്റഡ് ആയിട്ട് വളരെ വളരെ ഉറപ്പാണ് ഒരു ചോദ്യം. അത് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടണമെങ്കിൽ എന്താണ് പ്രീ റിക്വസിറ്റ്സ്? അതിന് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിന്റെ ഒരു ചാപ്റ്റർ ഉണ്ട്. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിന്റെ ഒരു ചാപ്റ്റർ ഉണ്ട്. ആ ചാപ്റ്ററിന്റെ പേജ് നമ്പർ 118 ആണ്. അത് ചെറിയ മാറ്റം ഉണ്ടാവും പുതിയ ടെക്സ്റ്റ്. 119 20 ഒക്കെ ആയിരിക്കും. അവിടെ പറയുന്നുണ്ട് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടണമെങ്കിൽ എന്തെല്ലാം പ്രീ റിക്വസിറ്റ്സ് ഉണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ആൾക്കാർക്കാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടുക. 123 ആയിരിക്കും അല്ലെ? പേജ് നമ്പർ 123. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ആൾക്കാർക്കാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടുക. അതല്ല ഇവർ ഉദ്ദേശിച്ചത് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് പരസ്പരം അഡ്ജസ്റ്റ് ചെയ്യുക, അത് നിങ്ങൾ ചേർത്ത് എഴുതുക. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങൾ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിന്റെ CGST ആയിട്ടും IGST ആയിട്ടും അഡ്ജസ്റ്റ് ചെയ്യാം. SGST ആയിട്ടും SGST ആയിട്ടും IGST ആയിട്ടും അഡ്ജസ്റ്റ് ചെയ്യാം. ദെൻ IGST CGST ആയിട്ടും SGST ആയിട്ടും IGST ആയിട്ടും അഡ്ജസ്റ്റ് ചെയ്യാം എന്ന റൂൾ എഴുതാം. അതുകൂടെ ഇതിലൂടെ ചേർത്ത് എഴുതിക്കുക കേട്ടോ. അത് ആ ഒരു ഏരിയയിൽ എന്തായാലും ചോദ്യം വരും. പിന്നെ ഇപ്പൊ നേരത്തെ ഒരു കുട്ടി പറഞ്ഞ പോലെ ഇവിടെ റീസെന്റ് ആയിട്ടുള്ള ഒരു അമെന്റ്മെന്റ് ഉണ്ട്. ഏറ്റവും ആദ്യം IGST ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യണമെന്നൊരു അമെന്റ്മെന്റ് ഉണ്ട്. അതൊന്നും ഇപ്പോ BCom സിലബസിലൊന്നും വലിയൊരു വിഷയമുള്ള കാര്യമല്ല കേട്ടോ. അതുകൊണ്ടൊന്നും ഇപ്പോ ഒരു മാർക്ക് ഇവൻ CMA പോലും അത് അത്ര പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ദെൻ എക്സ്പ്ലെയിൻ ദ പ്രൊസീജിയർ ഓഫ് ഗെറ്റിംഗ് റീഫണ്ട് ഓഫ് GST-യുടെ റീഫണ്ട് കിട്ടാനുള്ള തിയററ്റിക്കൽ പോയിന്റ് ഉണ്ട്. അത് 2 ലക്ഷം വരെ ആണെങ്കിൽ 2 വർഷത്തിനുള്ളിൽ അപ്ലൈ ചെയ്യണം. പിന്നെ അതിനെ കുറച്ച് ഡോക്യുമെന്റ്സ് ആവശ്യമാണ്. അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരു അതിന്റെ റൂൾസ് പറയുന്നുണ്ട്. അതിന്റെ റൂൾസ് 119 ആണ് എന്റെ കയ്യിലിരിക്കുന്ന ടെക്സ്റ്റിലെ പേജ് നമ്പർ. അത് 120 21 ആവാം പുതിയ ടെക്സ്റ്റ് ബുക്കിൽ. റീഫണ്ട് ഓഫ് GST എങ്ങനെയാണ് നിങ്ങൾ ഒരു 119ന്റെ ആ ഒരു ഏരിയയിലായിട്ട് നോക്കി നോക്കുക. അവിടെ കാണാം. മേ ബി 120 121 ആയിരിക്കാം. റീഫണ്ട് ഓഫ് GST എന്നൊരു അത് വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. റീഫണ്ട് കിട്ടണമെങ്കിൽ എന്തൊക്കെയാണ് റൂൾസ് എന്നുള്ളത് അത് വായിച്ച് മനസ്സിലാക്കുക. അതാണ് ക്ലാസ്സിൽ എടുക്കുന്നത് നമ്മൾ ചെയ്തിട്ടുണ്ട്. 124 ആണ് അല്ലെ? മേ ബി 124 ആയിരിക്കാം. ഓക്കെ, റീഫണ്ട് 124 എന്നുള്ള പേജ് നമ്പറിലായിരിക്കും. എന്റെ കയ്യിൽ ഉള്ള പേജുമായിട്ട് ചെറിയ വ്യത്യാസമുണ്ട് നിങ്ങളുടെ കയ്യിലുള്ളത്. 124 എന്നുള്ള പേജ് നമ്പറിലായിരിക്കും. അപ്പൊ ഇതൊക്കെ ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത ചോദ്യങ്ങൾ എന്തൊക്കെ കാരണവശാലും നമ്മുടെ പരീക്ഷയ്ക്ക് വരും. അതായത് ഇതൊന്നൊക്കെ എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ വരാതിരിക്കില്ല, ഷുവറാണ്, 100% ഉറപ്പാണ്. ഈ ഒരു ഏരിയ ഈ പറഞ്ഞ ഏരിയ എന്നൊക്കെ ഇതല്ലെങ്കിൽ ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരും. അപ്പൊ അതിനായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെക്കുക. ഓക്കെ, പിന്നെ ഇപ്പൊ എന്ന് പറഞ്ഞാൽ ചോയ്സ് വേറെ ഉണ്ടാവും. ഒരുപാട് ചോയ്സ് ഉണ്ട് ഇപ്പൊ. ചോയ്സ് എടുത്ത് നോക്കിയിട്ട് നിങ്ങൾ എഴുതിയാൽ മതി. അതായത് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ നിങ്ങൾ ലെങ്തി ക്വസ്റ്റ്യൻ പേപ്പറാണ് കാണാൻ പോകുന്നത്. അതിൽ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അതില് ചോയ്സ് ഉണ്ട്, നിങ്ങൾക്കായിട്ടുള്ള ചോയ്സ് ഉണ്ട്. അപ്പൊ ചോയ്സ് അനുസരിച്ചിട്ട് എഴുതാം കേട്ടോ. ഇനി ഇവിടെ ഞാനൊരു പ്രഡിക്ഷൻ നടത്തുന്നത്, ഇതിപ്പോ ഒരു 80G ക്വസ്റ്റ്യൻ ആണ്, ഡൊണേഷന്റെ ക്വസ്റ്റ്യൻ ആണ്. 80G ഇവിടെ എനിക്ക് തോന്നുന്നത് 80G വരാം, അല്ലെങ്കിൽ 80C ക്വസ്റ്റ്യൻ വരാം, അല്ലെങ്കിൽ 80CCE എന്ന് പറഞ്ഞിട്ട് ഒരു സെക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. 80CCD ഒക്കെ വരും. ഈ 3 എണ്ണവും ചോദ്യം വരാം. 80G വരാം, അതിനേക്കാൾ കൂടുതൽ 80C ചോദിക്കാം. 80C അറിയാം, അത് നമ്മൾ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. ഉറപ്പാണ് 80C അല്ലെങ്കിൽ 80G ഉറപ്പാണ്, ഷുവർ. ഡിഡക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ കുറച്ച് ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിൽ 80CCE ചോദിക്കാം. അതും നമ്മൾ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. 80CCE എന്ന് പറയുന്നതും നമ്മൾ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. അത് ഏതെങ്കിലും ഒന്ന് ചോദിക്കാം. ഓക്കെ, അപ്പൊ ഈ ഒരു പ്രോബ്ലം നമ്മൾ ചെയ്യുമ്പോൾ ഇതിന് വേറെ ഹിന്റുകളൊന്നുമില്ല.
ഇത് നമ്മൾ ഇത് ഏത് വേണമെങ്കിൽ ചോദിക്കാട്ടോ, ഉറപ്പാണ് 100% നിങ്ങൾ എഴുതിയെടുത്തോളൂ. ATC, ATG, ATCC ഏതെങ്കിലും ഒന്ന് ചോദിക്കും. ഇനി പ്രൈം മിനിസ്റ്റർ അന്ന് നമ്മൾ ട്രിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നാഷണൽ. നാഷണൽ എന്ന് കണ്ടു കഴിഞ്ഞാൽ നോ ലിമിറ്റ് 100. ഇവിടെയും നാഷണൽ, നോ ലിമിറ്റ് 100. നാഷണൽ, നോ ലിമിറ്റ് 100. അന്നൊരു ട്രിക്ക് ഒക്കെ പറഞ്ഞിട്ടായിരുന്നു നമ്മൾ അത് പഠിക്കാനായിട്ട്. അതായത് ATG പഠിക്കാൻ നാഷണല് 11, നാഷണല്, പിന്നെ അർമേനിയ, ഗുജറാത്ത്, പിന്നെ സൈക്ലോൺ, സാക്ഷരത. യെസ്. അപ്പൊ അതൊക്കെ ക്വാളിഫയിങ് എമൗണ്ട് ഒക്കെ ഉണ്ടാവും. പിന്നെന്താ, അതൊക്കെ ഉണ്ടാവും. ATGയുടെ ക്വാളിഫയിങ് എമൗണ്ട് ഒക്കെ ഉണ്ടാവും, എന്താ സംശയം? ക്വാളിഫയിങ് എമൗണ്ട് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതൊരു ബുദ്ധിമുട്ടില്ല. ATGയുടെ ക്വാളിഫയിങ് എമൗണ്ട് യാതൊരു ബുദ്ധിമുട്ടില്ല. ഓക്കെ. എയ്ഡ് ടു പുവർ സ്റ്റുഡൻസ് ഇത് കിട്ടില്ല. എയ്ഡ് ടു പുവർ സ്റ്റുഡൻസ് കിട്ടില്ല. ബുക്സ് ഡൊണേറ്റഡ് കിട്ടില്ല, കാരണം ബുക്കാണ്. കൈൻഡ് പറ്റില്ല. പിന്നെ പുവർ സ്റ്റുഡൻസിനുള്ള എയ്ഡ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? അത് നമ്മൾ കൊടുത്തിട്ട് കാര്യമില്ല, അതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ വഴി കൊടുക്കണം. അപ്രൂവ്ഡ് ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്കുള്ള ഡൊണേഷൻ ഉണ്ട്, അത് വിത്ത് ലിമിറ്റ് 50 ആണ്. ഓക്കെ. മുനിസിപ്പാലിറ്റി അപ്രൂവ്ഡ് ഫാമിലി പ്ലാനിങ് എന്താണ്? നോ ലിമിറ്റ്, വിത്ത് ലിമിറ്റ് 100 ആണ്. ഇങ്ങനെയാണ് ചോദ്യം വരിക. അതാണ് നമ്മൾ വിശദമായിട്ട് പഠിച്ചിട്ടുണ്ട്. ഈ ഒരു ചോദ്യം നമ്മുടെ ക്ലാസ്സിൽ, ഇതേപോലത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ GTI 6,10,000 ആണ്. ആൻഡ് ഹി ഹാസ് ഇൻകേർഡ്, ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഹി ഹാസ് ഇൻകേർഡ് ആൻ എക്സ്പെൻഡിച്ചർ ഓഫ് 30,000 ഓൺ മെഡിക്കൽ ട്രീറ്റ്മെന്റ് ഓഫ് ഡിസേബിൾഡ് ഡിപെൻഡന്റ്. ഈ ഡിസേബിൾഡ് ഡിപെൻഡന്റിന്റെ മെഡിക്കൽ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് 80D എന്ന് പറഞ്ഞ ഒരു ഡിഡക്ഷൻ. 80Dയുടെ ലിമിറ്റ് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? 80D ഫിക്സഡ് എമൗണ്ട് ആണ്. ഫിക്സഡ് എമൗണ്ട് ആണ് അല്ലെ. 75,000 ആണ്, 30,000 അല്ല. അപ്പൊ അത് 75,000 ആണ്. ഇവിടെ സംഭവം 30 ആണ് എന്ന് വെച്ചാലും, 80D അല്ല, 80DD ആണ്. 80D എന്നാണ് എഴുതിയത്. 80D അല്ല, 80DD എന്നാണ്. ഓക്കെ. 80D എന്ന് പറഞ്ഞ മെഡിക്കൽ ഇൻഷുറൻസ് ആണ്. അപ്പോ ട്രീറ്റ്മെന്റ് ആണ് പറഞ്ഞത്. ഇയാൾക്ക് സെൽഫായിട്ട് കിട്ടുന്നതല്ല. DDB അല്ല. ഇവിടെ എന്താണ്? ഹി ഹാസ് ഇൻകേർഡ് ആൻ എക്സ്പെൻഡിച്ചർ ഓഫ് ഡിസേബിൾഡ് ഡിപെൻഡന്റ്, ഹാൻഡിക്യാപ്ഡ് ഡിപെൻഡന്റ്, 80DD എന്നാണ്. ക്ലിയർ ആണോ? 80DD ശരിയല്ലേ? മനസ്സിലായവരൊന്ന് യെസ് പറഞ്ഞേ. കൺഫ്യൂഷൻ വേണ്ട. DD എന്ന് പറഞ്ഞാല് ട്രീറ്റ്മെന്റ് ഓഫ് മെഡിക്കൽ ഹാൻഡിക്യാപ്ഡ്. DDB എന്ന് പറഞ്ഞാൽ സ്പെസിഫൈഡ് ഡിസീസ്. U എന്ന് പറഞ്ഞാൽ സ്വന്തമായി. ഡിഡക്ഷൻ 75,000 ആണ്. അപ്പൊ ആ ഒരു ഏരിയ ഡിഡക്ഷന്റെ ഭാഗം എന്തായാലും വരും. അപ്പൊ നോക്കൂ, നിങ്ങൾ ഈ 6,10,000 6,10,000 75,000 കുറയ്ക്കുക. അത് കുറച്ചിട്ട് ബാക്കി കിട്ടുന്നതിന്റെ 10% കാണാം. അപ്പോ 6,10,000 75,000 കുറയ്ക്കുമ്പോൾ ബാക്കി നമുക്ക് എത്ര കിട്ടണം നോക്കാം. അതിന്റെ 10% കാണാം. ആ 10% എനിക്ക് തോന്നുന്നത് 5,35,000 ആയിരിക്കും. അപ്പൊ 5,35,000 10% ലിമിറ്റ് എന്ന് വെച്ചാൽ 53,500 ലിമിറ്റ്. ഓക്കെ. ആ 53,500 100% വരുന്ന 20,000 കുറയ്ക്കുക. 20,000 കുറച്ച് കഴിയുമ്പോൾ ബാക്കി എത്ര വരിക? 33,500 കിട്ടുക. ഓക്കെ. 33,500 അല്ലെങ്കിൽ വിത്ത് ലിമിറ്റ് മൈനസ് മാത്രമല്ലേ വരിക? 33,500 വരിക. 3, 2, 5 അല്ലേ? 33,500 ഓർ 60,000 വിച്ച് എവർ ഇസ് ലെസ്, അതിന്റെ പകുതി എടുക്കുക. അതാണ് 50%. ബാക്കിയുള്ള നോ ലിമിറ്റ് ഒക്കെ നേരെ എടുക്കാം. ഇസ് ഇറ്റ് ക്ലിയർ? ATG അല്ലെങ്കിൽ ATC ഉറപ്പാണ് കേട്ടോ. ATC ആണെങ്കിൽ 1.5 ലക്ഷം വരെയാണ് ലിമിറ്റ് വരെ. ക്ലിയർ ആണോ? അപ്പൊ നമ്മൾ ക്വാളിഫയിങ് എമൗണ്ട് കാണാം. അതിന് 50%, 100% ഉള്ളത് കുറയ്ക്കുക.
ബാക്കിയുള്ള സംഖ്യ ഓർ 60,000 whichever is less ന്റെ പകുതിയാണ്. ഓക്കെ, ക്ലിയർ ആണ്. അപ്പൊ ഇത് ഷുവർ ആണ് കേട്ടോ. ATGയിൽ 80DD എങ്ങനെ എടുക്കാതിരിക്കുക? അത് പറ്റില്ല. GTI എന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റഡ് GTI. അഡ്ജസ്റ്റഡ് GTIയുടെയാണ് 10% കാണുന്നത്. അപ്പൊ ആ 80DD നമ്മൾ എന്തായാലും എടുത്ത് തന്നെ പറ്റുള്ളൂ. അത് വളരെ വ്യക്തമായിട്ട് നിങ്ങളുടെ ടെക്സ്റ്റില്, നിങ്ങൾക്ക് തന്നിട്ടുള്ള ടെക്സ്റ്റില് ഡിഡക്ഷൻ എന്നുള്ള ചാപ്റ്റർ, ഇപ്പൊ ഇതുവരെ ഡിഡക്ഷൻ അറിയാത്ത ഒരാളാണെങ്കിലും നമ്മുടെ ടെക്സ്റ്റിലത്തെ ആ ടേബിൾ നോക്കിയാൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് പഠിക്കാൻ പറ്റും. കുറെ വായിച്ചുണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. അത് കള്ളി വരച്ച് കൊടുത്തിട്ടുണ്ട് അവിടെ സംഖ്യകള്. അത് ആർക്കും പഠിക്കാം, ഒരു ബുദ്ധിമുട്ടുമില്ല. ഓക്കെ, ഇപ്പൊ നമ്മൾ ടെക്സ്റ്റിൽ നോക്കിയിട്ട് വായിക്കാൻ നിൽക്കുന്ന കുറെ ടൈം എടുക്കും. ടെക്സ്റ്റിൽ ഇല്ല എന്നല്ല പറഞ്ഞത്, ടെക്സ്റ്റ് വിശദമായിട്ടുണ്ട്, നിങ്ങളുടെ യൂണിവേഴ്സിറ്റി ടെക്സ്റ്റ് വിശദമായിട്ടുണ്ട്. പക്ഷെ അത് വായിക്കാൻ നിന്നാൽ കുറെ ടൈം എടുക്കില്ലേ? അപ്പൊ അതിനാണ് ടേബിൾ ആക്കി കൊടുത്തത്. ആ ടേബിൾ ഒന്ന് ജസ്റ്റ് കണ്ടുപിടിക്കാൻ അധികം സമയമൊന്നും വേണ്ട. 80DD എടുക്കാതിരിക്കാനൊന്നും പറ്റില്ല കേട്ടോ. യു ഹാവ് ടു ടേക്ക് ഇറ്റ്. ക്ലിയർ ആണല്ലോ all of you? ഓക്കെ, ഞാനത് ചെയ്യാൻ നിൽക്കുന്നില്ല. ചെയ്യാൻ നിന്നാൽ നമുക്ക് ടൈം പോകുന്നുള്ളതുകൊണ്ട് ചെയ്യാൻ നിൽക്കുന്നില്ല. അപ്പോ കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ കണ്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തിയറി കൂടുതലാണ്, പ്രോബ്ലം കുറവാണ്. അത് എന്തുകൊണ്ട് ചോദിച്ചാൽ നമുക്ക് അറിയില്ല. ഇവര് പറയുന്നത് 70% പ്രോബ്ലം 30% തിയറി എന്നൊക്കെ പറയും. പക്ഷെ ചില സമയത്ത് തിയറി ഇതുണ്ട്, ഇതിലിപ്പോ തിയറി കൂടുതലാണ്, പ്രോബ്ലം കുറവാണ്. അപ്പൊ നിങ്ങൾ രണ്ടും തുല്യമായി പ്രതീക്ഷിച്ചു പോക്കുക. തിയറിയും പ്രോബ്ലവും തുല്യമായി പ്രതീക്ഷിച്ചു പോക്കുക കേട്ടാ. അപ്പൊ പിന്നെ പ്രശ്നങ്ങളില്ല. ഓക്കെ, നമ്മൾ ഇത് മാത്രം അങ്ങനെ എക്സ്പെക്ട് ചെയ്യുമ്പോഴല്ലേ നമുക്ക് പ്രശ്നം വരുന്നത്. പ്രോബ്ലം കുറേ വരും എന്ന് വിചാരിച്ച് കുറെ ടഫ് ആയിട്ടുള്ള പ്രോബ്ലം ഒക്കെ പഠിച്ചു പോയിട്ട് ഒരു പ്രോബ്ലം പോലും ചോദിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് വല്ലാത്തൊരു വിഷമം വരും. അപ്പോ അതുകൊണ്ടാണ് പറഞ്ഞത് രണ്ടും എന്ത് ചെയ്യാ, തുല്യമായി പഠിച്ചു. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് വരാം, എസ് എ വരാം. ടോട്ടലിംഗ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റൻ ഒക്കെ എസ് ആയിട്ട് വരാം. GT കാൽക്കുലേറ്റ് ചെയ്യാൻ, ടോട്ടലിംഗ് കാൽക്കുലേറ്റ് ചെയ്യാനൊക്കെ എസ് ആയിട്ട് വരാം. വാട്ട് ഈസ് റിട്ടേൺ ഓഫ് ഇൻകം? എക്സ്പ്ലെയിൻ ടൈപ്സ് ഓഫ് ടാക്സ് റിട്ടേൺസ്. അവിടെ കമ്പൽസറി റിട്ടേൺ ആർക്കൊക്കെയാണ്? റിട്ടേൺ എന്ന് പറഞ്ഞാൽ എന്താണ്? റിട്ടേൺ എന്ന് പറഞ്ഞാൽ നിശ്ചിതമായ ഫോർമാറ്റില്, നമ്മൾ പറഞ്ഞു എന്താണ് റിട്ടേൺ എന്ന വാക്കിന്റെ അർത്ഥം. നിശ്ചിതമായ ഫോർമാറ്റില് ഒരാളുടെ ഇൻകം പ്രസന്റ് ചെയ്യുന്നതിനെയാണ് റിട്ടേൺ എന്ന് പറയുന്നത്. അതിന് വെബ്സൈറ്റിൽ പല പല ഫോമുകൾ. ഓക്കെ, അങ്ങനെ റിട്ടേൺ ഫയൽ ചെയ്യാൻ കമ്പൽസറി റിട്ടേൺ ചെയ്യേണ്ട ഒരു 4 കാറ്റഗറി ആൾക്കാർ. അതിന്റെ ഓരോരുത്തരുടെയും ആളുകളുടെ ഡേറ്റ് ഉണ്ട്. എന്നാണ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ഡേറ്റ്. പിന്നെ ഈ റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് ഈ റിട്ടേൺ ബിലേറ്റഡ് ആയാൽ എങ്ങനെ, ഡിഫക്റ്റീവ് ആയാൽ എങ്ങനെ, പാൻ കാർഡിന്റെ പ്രാധാന്യം എന്താണ്, അതൊക്കെ ഈ എസ്സേയിൽ ചേർക്കാം. 15 മാർക്കിന്റെ എസ്സേയിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ചാപ്റ്റർ 6, ആ ചാപ്റ്റർ 6 മൊത്തം എഴുതാം, കുറച്ചേ ഉള്ളൂ. പേജ് നമ്പർ 37 ആയിരിക്കും. ശരിയല്ലേ ഞാൻ പറയുന്നത്? 37 38 എസ് എ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഈ പ്രാവശ്യം പലപ്പോഴും കുട്ടികൾക്ക് ഡൗട്ട് വരും, സാർ ഈ പ്രാവശ്യം ഇപ്പോൾ ഇത് തന്നെ ചോദിക്കുമോ? ഇല്ല. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ പ്രാവശ്യം ഇപ്പൊ അസസ്മെന്റ് ഒക്കെ ചോദിക്കാം. വാട്ട് ഈസ് അസസ്മെന്റ് ആൻഡ് വാട്ട് ആർ ദ ഡിഫറെന്റ് കാറ്റഗറീസ് ഓഫ് അസസ്മെന്റ്, അല്ലെങ്കിൽ വാട്ട് ഈസ് ഡിഡക്ഷൻ ആൻഡ് വാട്ട് ആർ ദ ഡിഫറെന്റ് ഡിഡക്ഷൻസ് അവൈലബിൾ ഫ്രം GT. ഇവിടെ ഈ ഒരു പ്ലേസിൽ ഈ എസ് ആയിട്ട് ചോദിക്കാൻ സാധ്യത തോന്നിക്കുന്ന ഒരു 2-3 ക്വസ്റ്റ്യൻസ് ഞാൻ പറയാം. ഒന്ന് സെറ്റ് ഓഫിന്റെ റൂള്. സെറ്റ് ഓഫിന്റെ റൂൾസ് ചിലപ്പോ എസ് ആയിട്ട് ചോദിക്കാം, ഈ പ്രാവശ്യം ചോദിക്കാൻ സാധ്യത. അല്ലെങ്കിൽ ഡിഡക്ഷൻ എസ് ആയിട്ട് ചോദിക്കാം. അല്ലെങ്കിൽ പിന്നെ ക്ലബിങ്ങിന്റെ പ്രൊവിഷൻ, അതും എസ് ആയിട്ട് ചോദിക്കാം. ഓക്കെ, ഇതുമല്ലെങ്കിൽ പിന്നെ അസസ്മെന്റും ടൈപ്സ് ഓഫ് അസസ്മെന്റ്, അത് ചോദിക്കാൻ സാധ്യത. ഇതൊക്കെ എസ് ആയിട്ട് ചോദിക്കാൻ സാധ്യത ഉള്ളതാണ്. ഇൻകം ടാക്സ്
സാധാരണഗതിയിൽ എസ് എ വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ അതും കൂടി എല്ലാവരും ഒന്ന് പഠിച്ചോളാം. സെറ്റ് ഓഫിന്റെ റൂളൊക്കെ നമ്മൾ ഇവിടെ വേറെ പ്രശ്നമുണ്ട്. ഇപ്പൊ എസ് ആയിട്ട് സെറ്റ് ഓഫിന്റെ റൂൾ ചോദിച്ചാൽ ഞാൻ ഇപ്പൊ നമ്മുടെ ടെക്സ്റ്റിൽ തന്നിട്ടുള്ള ആ ഒരു ടേബിൾ അല്ല നിങ്ങൾ എഴുതേണ്ടത്, അത് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എഴുതാം. ഓക്കെ, നിങ്ങളുടേതായ ലാംഗ്വേജിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എഴുതാം സെറ്റ് ഓഫിന്റെ റൂൾ. ക്ലിയർ? ഇതിപ്പോ ഞാൻ ഇൻകം ടാക്സ് എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇനി ജി എസ് ടി എന്ന് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യൻ നോക്കാം. കഴിഞ്ഞ പ്രാവശ്യം ജി എസ് ടി എന്ന് ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് ഹൗ ക്യാൻ യു ഇലുസ്ട്രേറ്റ് സി ജി എസ് ടി, എസ് ജി എസ് ടി ആൻഡ് ഐ ജി എസ് ടി. എന്താണ് ഇവർ ഉദ്ദേശിച്ചതെന്ന് അവർക്ക് പോലും അറിയില്ല. ഈ ചോദ്യം ഇട്ട ആൾക്ക് പോലും എനിക്ക് ഇതെന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്, ഹൗ ക്യാൻ യു ഇലുസ്ട്രേറ്റ് സി ജി എസ് ടി, എസ് ജി എസ് ടി ആൻഡ് ഐ ജി എസ് ടി എന്താണ്? അപ്പോ അത് എന്താണ് ചോദ്യം തന്നെ നമുക്ക് മനസ്സിലാവണ്ടേ. പക്ഷെ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താ വെച്ചെങ്കിൽ ഹൗ ക്യാൻ യു ഇലുസ്ട്രേറ്റ് സി ജി എസ് ടി, എസ് ജി എസ് ടി ആൻഡ്, അതായത് ഇതിനെക്കുറിച്ച് ധാരണ ഇല്ല. ഈ ചോദ്യ പേപ്പർ ഇട്ട ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് വലിയ ധാരണ, അതാണ് അതിന്റെ ഒരു പ്രശ്നം. എന്താണെങ്കിലും ഇതുകൊണ്ട് ഇതിന്റെ ഉത്തരം ഇപ്പോ എഴുതാൻ ശ്രമിക്കുമ്പോൾ ഇപ്പൊ നമ്മുടെ ക്ലാസ് ആദ്യത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? ജി എസ് ടിയുടെ ചോദ്യങ്ങൾ ഇപ്പൊ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ചോദ്യം ചെയ്തു. അതായത് ഹൈദരാബാദിൽ നിന്നും ചെന്നൈയിൽ നിന്നും ഹൈദരാബാദിലേക്ക് ഒരു സാധനം വിൽക്കുന്നു, എന്നിട്ട് ആ സാധനത്തിന്റെ ജി എസ് ടി ഐ ടി സി എങ്ങനെയാണ് കിട്ടുന്നത്, ഐ ജി എസ് ടി എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്ത്, ഐ ജി എസ് ടി, സി ജി എസ് ടി, എസ് ജി എസ് ടി എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടൊരു ചോദ്യം ചെയ്ത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഒരു എക്സാമ്പിൾ പോലെ. ആ ഒരു എക്സാമ്പിൾ ഓക്കെ അല്ലെ, ആ ഒരു എക്സാമ്പിൾ ആണ് ഇതിന്റെ ഉത്തരം ഇവർ ചോദിച്ച ചോദ്യപ്രകാരം. അപ്പൊ സി ജി എസ് ടി എന്താന്ന് എഴുതാം, എസ് ജി എസ് ടി എന്താന്ന് എഴുതാം, ഓക്കെ ഐ ജി എസ് ടി എന്താന്ന് എഴുതാം. ഇത് മൂന്നും എഴുതിയതിനു ശേഷം ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കേണ്ട റൂള്, ഓക്കെ എന്നിട്ട് അതിന്റെ എക്സാമ്പിൾ എഴുതാം. അങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ഡീൽ ചെയ്യാൻ പറ്റുള്ളൂ. കൃത്യമായിട്ട് പേജ് നമ്പർ പറഞ്ഞാല് അത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 61, 59, 61 അങ്ങനെയൊക്കെ കിടക്കുന്നുണ്ട്. അവിടെയൊക്കെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അതിന്റെ ഇലുസ്ട്രേഷനും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. ഓക്കെ, പേജ് നമ്പർ 61, പേജ് നമ്പർ 59 64 അല്ലെ, അവിടെ അതിന്റെ ഇലുസ്ട്രേഷൻ കിടക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു കഴിഞ്ഞ പ്രാവശ്യം വെറുതെ നമ്മൾ ആ ഇലുസ്ട്രേഷൻ ഇൻക്ലൂഡ് ചെയ്തു. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തെ കുട്ടികൾ, പരീക്ഷ അറ്റൻഡ് ചെയ്ത കുട്ടികൾ ഈ ഇലുസ്ട്രേഷൻ ഒക്കെ എഴുതിയിട്ട് നല്ല മാർക്ക് വാങ്ങി പോകുന്നുണ്ടോ, അത് വേറെ കാര്യം. കഴിഞ്ഞ പ്രാവശ്യത്തെ ക്രാഷ് ബാച്ചില് നമ്മൾ വെറുതെ ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻക്ലൂഡ് ചെയ്തതാണ്. അത് 1-2 നമ്മൾ ക്ലാസ്സിലും ഷെയർ ചെയ്തു. അത് അതേപോലെ കുട്ടികളെ എഴുതി വെച്ചു, അവർക്കൊക്കെ വലിയ നല്ല മാർക്ക് കിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം. അപ്പോ അങ്ങനെയാണ് അവരത് ഡീൽ ചെയ്തത്. എനിക്ക് തോന്നുന്നത് ഈ പ്രാവശ്യം ഇപ്പോ ഇതിനേക്കാളും കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. കാരണം ഈ പ്രാവശ്യം ക്വസ്റ്റ്യൻ പേപ്പർ ഇടുമ്പോഴേക്കൊക്കെ ജി എസ് ടിനെ കുറിച്ച് കുറച്ചുകൂടിയൊക്കെ നമ്മുടെ അധ്യാപകരൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ അവര് കുറച്ചുകൂടി നല്ല ക്വസ്റ്റ്യൻസ് ഒക്കെ ഇടുന്നു പ്രതീക്ഷിക്കും. കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ നമ്മുടെ അന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്ത കുട്ടികൾ ഇത് എഴുതി. കാരണം അതായ എക്സാമ്പിൾ കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് അവര് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. ഈ പ്രാവശ്യം എനിക്ക് തോന്നുന്നത് എന്തായിരിക്കും ജി എസ് ടിന്ന് എസ് എ വരാൻ സാധ്യത. ജി എസ് ടിന്ന് എസ് എ വരാൻ സാധ്യതയുള്ള ചോദ്യം എന്ന് പറയുമ്പോൾ ഇപ്പോ ഒരു എക്സാമ്പിൾ പറഞ്ഞാല് ഒരു പക്ഷേ നമുക്ക് എന്തായിരിക്കും നമ്മുടെ അവസാനത്തെ ചാപ്റ്ററുകളൊക്കെ അല്ലേ, അതായത് റിക്കവറി ഓഫ് ജി എസ് ടി, അങ്ങനെ ആ ഒരു ഭാഗത്ത് രജിസ്ട്രേഷൻ വരാം, രജിസ്ട്രേഷൻ കമ്പൽസറി രജിസ്ട്രേഷൻ. അപ്പൊ രജിസ്ട്രേഷന്റെ ഭാഗം നോക്കിക്കോളൂ, സാധ്യത രജിസ്ട്രേഷന്റെ ഭാഗം നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ അതിനേക്കാൾ കൂടുതൽ നമ്മുടെ സപ്ലൈ നന്നായി പഠിച്ചോളൂ. സപ്ലൈ എസ് ആയിട്ടൊക്കെ ചോദിക്കാനുള്ള ഒരു സാധ്യത. രജിസ്ട്രേഷൻ, സപ്ലൈ നന്നായി നോക്കുക. പിന്നെ ഈ RCM അല്ലേ, റിവേഴ്സ് ചാർജ് മെക്കാനിസം, ഇതൊന്നും ശരിക്കും പറഞ്ഞാല് ഹിസ്റ്ററി ഓഫ് ജി എസ് ടി നമുക്ക് അപ്പോ ജി എസ് ടി എസ് എ വരിക എന്ന് പറയുമ്പോൾ ഇതിന്റെ ഒരു പ്രശ്നം എന്താ വെച്ചെങ്കിൽ ഇപ്പൊ ഹിസ്റ്ററി ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്ന ആളനുസരിച്ചിരിക്കും. ഇപ്പൊ ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്ന ആള് ഇതിനെക്കുറിച്ച് അത്ര അങ്ങനെയൊന്നും വലിയ ഡെപ്ത് ആയിട്ട് നോളജ് ഇല്ലാത്ത ആളാണെങ്കിൽ ചിലപ്പോൾ ഹിസ്റ്ററി ഒക്കെ ഇടും. കാരണം അതൊക്കെ എന്ന് പറഞ്ഞാൽ ആർക്കും
ഇടാവുന്നതാണ്. ഹിസ്റ്ററി ഓഫ് GST ഒക്കെ എസ്സേയുടെ വെറുതെ ഇടാം. അതൊന്നും ഒരു സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ റേറ്റ്സ് ഓഫ് GST ഒന്നും എസ്സേ ചോദിക്കില്ല. കാരണം റേറ്റ്സ് ഓഫ് GST ഒക്കെ എന്താ ആകെ 5 റേറ്റ് ഉള്ളൂ. അതൊന്നും എസ്സേ ചോദിക്കില്ല. ഈ സപ്ലൈയുടെ ഭാഗത്ത് ശരിക്കും പറഞ്ഞാൽ എസ്സേ ഇടാനുള്ള ധാരാളം സ്കോപ്പ് ഉണ്ട്. കാരണം പ്ലേസ് ഓഫ് സപ്ലൈ, ടൈം ഓഫ് സപ്ലൈ, കോമ്പോസിറ്റ് സപ്ലൈ, മിക്സഡ് സപ്ലൈ, ഇത് നന്നായി എസ്സേ ഇടാൻ സാധ്യതയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ് സപ്ലൈ എന്ന് പറയുന്നത്. ഓക്കെ, വാല്യൂ ഓഫ് സപ്ലൈ, പ്ലേസ് ഓഫ് സപ്ലൈ, അതൊക്കെ ഭയങ്കരമായിട്ട് എസ്സേ ഇടാം. പക്ഷെ ഇവർക്ക് എന്താ വെച്ചെങ്കിൽ ഇതിന് അതത്ര ധാരണ ഇല്ലാത്തതുകൊണ്ടാണ്, അറിയാത്തത് കൊണ്ടാണ് ഇത് ഇടാത്തതെന്ന് പറയാം. അപ്പൊ സപ്ലൈ നിങ്ങൾ നന്നായി നോക്കുക, രജിസ്ട്രേഷൻ നന്നായി നോക്കുക. പിന്നെ നമുക്ക് അങ്ങനെ ഒരു സാധ്യത, ഇതൊക്കെയാണ് പ്രധാനമായിട്ട് നമുക്കതിൽ എക്സ്പെക്ട് ചെയ്യാവുന്നത്. അതൊക്കെയാണ്. ഓക്കെ, അപ്പൊ സപ്ലൈ നോക്കിക്കോളാം, രജിസ്ട്രേഷൻ നന്നായി നോക്കിക്കോളാം. പേജ് നമ്പർ 79 എന്നാണ് ആയിരിക്കും, പേജ് നമ്പർ 79. പിന്നെ നമ്മുടെ എസ്സേ ചോദിക്കാൻ സാധ്യതയുള്ള ചാപ്റ്റർ എന്ന് പറയുന്നത് ഏതാണ്? ഇതില് ആ ലാസ്റ്റത്തെ ചാപ്റ്റർ അല്ലേ, ഇൻസ്പെക്ഷൻ, സെർച്ച്, അതും ഈ പറഞ്ഞ പോലെ വരാം. ഡിമാൻഡ് ആൻഡ് റിക്കവറി, ഇൻസ്പെക്ഷൻ, സെർച്ച് എന്നുള്ള ഡിമാൻഡ് ആൻഡ് റിക്കവറി ആ ഒരു ചാപ്റ്റർ നോക്കാം. എസ്സേക്ക് നോക്കാം. ഡിമാൻഡ് ആൻഡ് റിക്കവറി അല്ലെങ്കിൽ ഇൻസ്പെക്ഷൻ എന്നൊക്കെ പറഞ്ഞ ശേഷം ആ ഭാഗം ഒന്ന് നോക്കിക്കോളാം. എനിക്ക് ഏറ്റവും കൂടുതൽ ഇതിൽ തോന്നുന്നത് സപ്ലൈ ആണ്. സപ്ലൈ ഓക്കെ. ഡിമാൻഡ് ആൻഡ് റിക്കവറി എന്ന് പറഞ്ഞാൽ അതൊന്ന് നമുക്ക് ചോദ്യങ്ങൾ വരാം. അതായത് ഡിമാൻഡ് ആൻഡ് റിക്കവറി എന്നുള്ള ചാപ്റ്ററിൽ സെക്ഷൻ 73, 74 എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയാം. സെക്ഷൻ 73, 74, അതായത് വാട്ട് ആർ ദ റൂൾസ് റിഗാർഡിംഗ് ഡിമാൻഡ് ആൻഡ് റിക്കവറി ഓഫ് GST. അത് തന്നെയാണ് റൂൾസ് റിഗാർഡിംഗ് ഡിമാൻഡ് ആൻഡ് റിക്കവറി ഓഫ് GST ആൻഡ് എക്സ്പ്ലെയിൻ ദ സെക്ഷൻസ്. അതൊക്കെ സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിൽ അതൊക്കെ വരാം. ഓക്കെ, ഇതാണ്. പിന്നെ GSTയിലെ എക്സംപ്റ്റഡ് ഗുഡ്സിനെ കുറിച്ചിട്ട് ചിലപ്പോൾ ചോദിക്കാം. എക്സംപ്റ്റഡ് ഗുഡ്സിനെ കുറിച്ച് ചോദിക്കും. അതൊക്കെയാണ് നമ്മൾ GSTയിൽ കൂടുതലും പ്രതീക്ഷിക്കുന്നത്. ഇനി ഇതുപോലെയൊന്നും വന്നിട്ടില്ലെങ്കിൽ രാകേഷ് സാർ പറഞ്ഞു അങ്ങനെ വിചാരിക്കരുത് നിങ്ങൾ. ഞാൻ എൻ്റെ ഒരു ഊഹാണ് പറയുന്നത്. ഏകദേശം ഇങ്ങനെയൊക്കെ വരാം. സാധാരണയൊക്കെ ശരിയാവാറുണ്ട്. ചിലപ്പോൾ ശരിയാവാം, ചിലപ്പോൾ ഇങ്ങനെയൊക്കെയാണ് വരാൻ സാധ്യത എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ GTI കാണാനാണ്. ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. GTI കാണാനുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിലെ GTI കാണാനുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഇത് ഈ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യും. ടോട്ടൽ ഇൻകം കാണാൻ, ടാക്സും കാണാൻ ചിലപ്പോൾ വരാം. ഓക്കെ, അപ്പോ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഇത് 10 മിനിറ്റ് പറയാനുള്ളതേ ഉള്ളൂ. അപ്പൊ GTI കാണാനുള്ള ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യാം കേട്ടോ. അതായത് ടോട്ടൽ ഇൻകം കാണാൻ എന്തായാലും ഒരു ക്വസ്റ്റ്യൻ വരാം. സെറ്റ് ഓഫ് ഉപയോഗിച്ചിട്ട് ടോട്ടൽ ഇൻകം കാണാനുള്ള ഒരു ക്വസ്റ്റ്യൻ ഷുവർ ആണ്. ടോട്ടൽ ഇൻകം അല്ലെങ്കിൽ GTI കാണാനുള്ള ഒരു ക്വസ്റ്റ്യൻ ഷുവർ, 100% ഷുവർ. ഓക്കെ, അത് സെറ്റ് ഓഫ് ഉപയോഗിച്ചിട്ട് തന്നെയായിരിക്കും. സെറ്റ് ഓഫ് ഉപയോഗിച്ചിട്ട് തന്നെയായിരിക്കും. ഓക്കെ, യെസ്. ഇതിലെ വിന്നിംഗ് ഓഫ് ലോട്ടറി ഇത് ഗ്രോസ് ചെയ്യണം, ഇത് ഗ്രോസ് അപ്പ് ചെയ്യണം. ടാക്സ് ലയബിലിറ്റി കാണാൻ വരാറില്ല, പൊതുവെ വരാറില്ല കേട്ടോ. ടാക്സ് ലയബിലിറ്റി കാണാൻ ഇതുവരെ വന്നിട്ടില്ല. പ്രീവിയസ് ഇയറിലൊന്നും അങ്ങനെ ചോദിച്ചിട്ടില്ല. എന്നാലും പഠിച്ചു വെച്ചോളാം, ചോദിച്ചുകൂടായിരുന്നില്ല. നമ്മൾ പഠിച്ചതാണ്, വിശദമായിട്ട് പഠിച്ചതാണ്. ഇനി അൺഎക്സ്പ്ലെയിൻഡ് ക്രെഡിറ്റ്, അതർ സോഴ്സസ്, ഇൻട്രസ്റ്റ് ഓൺ ടാക്സ് ഫ്രീ ബോണ്ട്സ്, ടാക്സ് ഫ്രീ ആണ്, ഗ്രോസ് അപ്പ് ചെയ്യണം. ഇത് ഇൻട്രസ്റ്റ് ഫ്രം ഡിബഞ്ചർ ഓഫ് ടെൽകോ ലിമിറ്റഡ് 7200 ആണ്, ഗ്രോസ് അപ്പ് ചെയ്യണം. ആ എമൗണ്ട് കാണുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ വെക്കാണ്. 7200 എന്ന് പറയുമ്പോൾ ഗ്രോസ് അപ്പ് ചെയ്യണം. 100/90 എടുത്തിട്ട് ഗ്രോസ് അപ്പ് ചെയ്യണം. ഓക്കെ, പെർസെൻറ്റേജ് അല്ലല്ലോ, ഞാൻ പറഞ്ഞില്ലേ ലെസ് ടാക്സ് ആണത്, പെർസെൻറ്റേജ് അല്ല. ടാക്സ് ഫ്രീ എന്ന് പറഞ്ഞാൽ ഗ്രോസ് അപ്പ് ചെയ്യണം, നിർബന്ധമാണ് കേട്ടോ. ടാക്സ് ഫ്രീ ഷുഡ് ബി ഓൾവേസ് ഗ്രോസ് അപ്പ്. അത് ഗവൺമെന്റ് ആണെങ്കിൽ മാത്രമേ ഗ്രോസ് അപ്പ് ചെയ്യേണ്ടതുള്ളൂ. ഇത് ഗവൺമെന്റ് അല്ലല്ലോ, ഏഷ്യൻ പെയിന്റ്സ് എന്നല്ലേ പറഞ്ഞു. ടാക്സ് ഫ്രീ കണ്ടാൽ ഷുവർ ഗ്രോസ്.
25,000 ഈ പറഞ്ഞ എക്സ്പെൻസുകളെല്ലാം മൈനസ് ചെയ്യാം, ഇതൊന്ന് മൈനസ് ചെയ്യാം. ഈ ഗ്രോസപ്പിന്റെ റൂൾ ഇങ്ങനെയാണ്, ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ആണെങ്കിൽ ടാക്സ് ഫ്രീ ആണെങ്കിൽ ഗ്രോസപ്പ് ചെയ്യണ്ട, ലെസ് ടാക്സ് ആണെങ്കിലും നേരെ എടുത്ത് എഴുതിയാൽ മതി. ഗവൺമെന്റിന്റെ ഗ്രോസപ്പ് ചെയ്യേണ്ടെന്ന് പറയാൻ കാരണം ഗവൺമെന്റ് ആണെങ്കിൽ എക്സാംപ്റ്റ് ആണ്, അതുകൊണ്ടാണ്. ഇനി നോൺ ഗവൺമെന്റ് ആണെങ്കിൽ ടാക്സ് ഫ്രീ എപ്പോഴും ഗ്രോസപ്പ് ചെയ്യണം. ലിസ്റ്റഡ് ലെസ് ടാക്സ് ആണെങ്കിൽ പെർസെന്റേജ് തന്നാൽ ഗ്രോസപ്പ് ചെയ്യണ്ട, അല്ലെങ്കിൽ ഗ്രോസപ്പ് ചെയ്യണം. ലിസ്റ്റഡ് നോട്ട് ലിസ്റ്റഡ് ഒന്നും പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നുമില്ല. ലിസ്റ്റഡ് നോട്ട് ലിസ്റ്റഡ് നോട്ട് ഇമ്പോർട്ടൻറ്റ് ആസ് ഫാർ ആസ് അതർ സോഴ്സസ് ആർ കൺസേൺഡ്. ഓക്കെ, നമ്മളെ വെറുതെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി തന്നിട്ടുള്ള കാര്യങ്ങൾ. ഇതിന് വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അതെന്താ വെച്ചെങ്കിൽ അതിന്റെ ടാക്സ് ലൈബിലിറ്റി ഒക്കെ കാണുന്ന സമയത്ത് ഗവൺമെന്റ് സെക്യൂരിറ്റി എക്സംപ്റ്റ് ആണ്, ടാക്സ് ഫ്രീ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് എക്സംപ്റ്റ് ആണ്. ലിസ്റ്റഡ് നോൺ ലിസ്റ്റഡ് ഒരു പ്രശ്നമില്ല, അത് നിങ്ങൾ മൈൻഡ് ചെയ്യണം. ഓക്കെ, യെസ്. പിന്നെ അത് പറഞ്ഞല്ലോ. ഇനി നെക്സ്റ്റ്, royalty received in respect of books from schools, other sources, loss from house property adjust ചെയ്യാം, ഏത് വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം, ഏതായിട്ട് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. then പിന്നെ നമ്മൾ പറഞ്ഞത് ഏതാണ്, ഹൗസ് പ്രോപ്പർട്ടി അഡ്ജസ്റ്റ് ചെയ്യാം, ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഓൺ സൺട്രി അതർ സോഴ്സസ്, ബിസിനസ് ഇൻകം ആൻഡ് ഷെയർ ഓഫ് ലോസ് ഫ്രം ഫേം. ഇത് രണ്ടും കൂടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മൈനസ് ചെയ്യാം. 2,70 18 കൂടി മൈനസ് ചെയ്യാം. ഓക്കെ, ലോസ് ഓൺ സ്പെക്യുലേഷൻ ക്യാരി ഫോർവേഡ് ചെയ്യണം. ഡിവിഡൻഡ് ഫ്രം ഇന്ത്യൻ കമ്പനി നോട്ട് ടാക്സബിൾ. ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആൻഡ് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ രണ്ടും കൂടിയിട്ട് ക്യാപിറ്റൽ ഗെയിനിൽ ആഡ് ചെയ്ത്. വലിയ ബുദ്ധിമുട്ടുള്ള ഒരു ക്വസ്റ്റൻ അല്ല. ഈ റോയൽറ്റിയുടെ സ്റ്റേഷനറി ഇത് മൈനസ് ചെയ്യണം കേട്ടോ. അതർ സോഴ്സ്, ഇതിൽ ഭൂരിഭാഗം ഇൻകംസും അതർ സോഴ്സസ് ആണ്. ഇതിലെ ഭൂരിഭാഗം ഇൻകംസും അതർ സോഴ്സസ് ആണ്. ഓക്കെ, അപ്പോ അത് നമ്മൾ എന്ത് ചെയ്യണം, അതർ സോഴ്സസ് നിന്ന് അതുമായി റിലേറ്റഡ് ആയിട്ട് വരുന്ന എല്ലാ എക്സ്പെൻസുകളും മൈനസ് ചെയ്യണം. പിന്നെ പല കുട്ടികളും ചോദിക്കുന്നത്, സാർ ഈ അൺഎക്സ്പ്ലെയിൻഡ് ക്രെഡിറ്റ് എന്ന് പറയുന്നത് ഡീംഡ് ഇൻകം അല്ലേ? ഡീംഡ് ഇൻകം അല്ല ഇവിടെ പറയുന്നില്ല. നമ്മൾ എന്താ പറയുക, ഡീംഡ് ഇൻകം ആണെങ്കിൽ നമ്മളത് ഏത് ഹെഡിൽ ഉൾപ്പെടുത്തും? അതിന് ഉത്തരം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഡീംഡ് ഇൻകം ആണ്, ശരി, അത് ഏത് ഹെഡിൽ ഉൾപ്പെടുത്തും? ഏത് ഹെഡ്? ഡീംഡ് ഇൻകം എന്ന് പറഞ്ഞൊരു ഹെഡിലല്ലോ. അപ്പൊ മറ്റുള്ള ഹെഡുകളൊന്നും ഉൾപ്പെടുത്താൻ പറ്റാത്തത് കൊണ്ടാണ് അത് എവിടെ ഉൾപ്പെടുത്തുന്നത്? അതർ സോഴ്സസിൽ ഉൾപ്പെടുത്തുന്നത്. മനസ്സിലായോ? സംഭവം ഡീംഡ് ഇൻകം ആണ്, ശരി, അതിന് വേറെ ടാക്സ് ആണ്. 60% ടാക്സ് വരും, 25% സർചാർജ് വരും, ബാക്കി 4% സെസ്സും വരും. അതൊക്കെ ശരിയാണ്. പക്ഷെ അത് ഏത് ഹെഡിൽ ഉൾപ്പെടുത്തുന്നൊരു ചോദ്യമില്ലേ? അപ്പൊ അതുകൊണ്ടാണ് അത് അതർ സോഴ്സസിൽ. വേറെ ഹെഡുകളൊന്നും ഇല്ലല്ലോ. ഡീംഡ് ഇൻകം എന്ന് പറയുമ്പോൾ വേറെ ഹെഡ് ഇല്ലല്ലോ. ഓക്കെ, അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യുന്നു? അതർ സോഴ്സസിൽ ഉൾപ്പെടുത്തും. അതിന് ടാക്സ് കാണുമ്പോഴാണ് അപ്പൊ അത് ടാക്സ് കാണുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? 60%, 25%, 4% എന്നൊക്കെ കാണുന്നത്. ഇവിടെ ടാക്സ് കാണാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ ഇത്തരം ഒരു ക്വസ്റ്റ്യൻ ഷുവറാണ്. എസ് എ 100% ഷുവറാണ്. അത് ടോട്ടൽ ഇൻകം കാണാനാവാം, GTI കാണാനാവാം, എന്താണെങ്കിലും അത് ഷുവറാണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ 1 മണിക്കൂർ എന്ന് വിചാരിച്ച് നമ്മൾ 1.5 മണിക്കൂറായി. കുഴപ്പങ്ങളില്ല. അപ്പൊ ധൈര്യമായിട്ട്, അപ്പൊ ഇത്രയും ഈ ഒരു ഏരിയ ഒക്കെ, അപ്പൊ ഞാൻ ഈ പറഞ്ഞ നമ്മുടെ ക്ലാസ്സുകളിൽ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത കാര്യങ്ങൾ, ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യുമ്പോൾ പറഞ്ഞ കാര്യങ്ങൾ, ഇതൊക്കെ വ്യക്തമായിട്ട് കേട്ടവരും അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാളത്തെ പരീക്ഷ ഭംഗിയായിട്ട് എഴുതി പോരാൻ പറ്റും. ബിലീവ് മീ, നോ പ്രോബ്ലം. കോൺഫിഡന്റ്ലി നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് പോകാൻ പറ്റും. മനസ്സിലായോ? ഒരു ടെൻഷന്റെ ആവശ്യമില്ല. കാരണം ടെൻഷന്റെ നമ്മൾ അത്യാവശ്യം പഠിച്ചിട്ടുണ്ട്, നമുക്ക് അത്യാവശ്യം അറിയാം. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ടെൻഷന്റെ ആവശ്യം വരുന്നു. ഓക്കെ, അത്യാവശ്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്, അത്യാവശ്യം നമുക്ക് അറിയാം. ക്ലാസ് കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്തിട്ട് കേൾക്കുകയെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നമുക്ക് ഇതിനെ കുറിച്ചൊക്കെ അറിയാം. ഈ പറഞ്ഞ ഏരിയ എന്നൊക്കെയാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് വരിക. ഓക്കെ,
അപ്പോ എല്ലാവരും കോൺഫിഡന്റ് ആണോ? യെസ് ഓർ നോ? കോൺഫിഡന്റ് ആണോ? ഒരു പരിധി വരെ കാണും. ഇത്രയൊക്കെയാണ് നമുക്ക് ഇതിൽ ചോദ്യങ്ങൾ വരുന്നത്. ധൈര്യമായിട്ട് നമുക്ക് പോവാം. നിങ്ങൾ ധൈര്യമായിട്ട് പോയി പരീക്ഷ എഴുതുക. നോ പ്രോബ്ലം. യു ക്യാൻ ഡീൽ വിത്ത് ഇറ്റ്. കേട്ടാ? കുറെ ആൾക്കാരൊക്കെ പറയുന്നത്, കുറച്ച് ആൾക്കാരെ പറഞ്ഞുള്ളൂ, ബാക്കിയുള്ളവർ കേട്ടോ ഞാൻ പറഞ്ഞു. കോൺഫിഡന്റ് ആയിട്ട് പരീക്ഷ എഴുതുമോ? യെസ്. ഓക്കെ. So my dear students, wish you the very best. നന്നായി എഴുതിയിട്ട് വരും. മിടുക്കന്മാരായിട്ട് എഴുതിയിട്ട് വരാം. മിടുക്കത്തികളായിട്ട് എഴുതി. നിങ്ങളെ പരീക്ഷ കഴിഞ്ഞിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾ ഗ്രൂപ്പിൽ ഒന്ന് ഷെയർ ചെയ്യും. ഓക്കെ, ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുക. ഓക്കെ. സോ ഇനി കുറച്ചു നേരം റെസ്റ്റ്, ഒന്ന് പഠിക്കാനുള്ളതൊക്കെ പഠിച്ച് റിലാക്സ് ചെയ്ത് പോയിട്ട് എഴുതിയിട്ട് വരും കേട്ടോ. സോ ബൈ. എല്ലാ പ്രാർത്ഥനകളും ഉണ്ട്. വൺസ് അഗെയിൻ ബെസ്റ്റ് ഓഫ് ലക്ക്.